അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്, എനിക്ക് നിങ്ങളെ വീഡിയോ ഓൺ ചെയ്യണേ. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ്. മാക്സിമം കഴിയുന്നവർ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ക്ലാസ് ഫോബിയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ GAD യെ കുറിച്ച് പറഞ്ഞു. GAD എന്താന്ന് മനസ്സിലാക്കി. GAD അല്ലെങ്കിൽ ഒരാളില് GAD അല്ലെങ്കിലും ഏതുതരം ആൻസൈറ്റി ഉണ്ടെങ്കിലും അതെങ്ങനെ മെഷർ ചെയ്യുക, അതിനുള്ള ഇൻവെന്ററി നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫോബിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് സ്ക്രീന് വിസിബിൾ ആണല്ലോ? അതെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ ഫോബിയ എന്താന്ന് ചോദിച്ചാൽ അവരുടെ ആൻസർ ഫിയർ എന്നായിരിക്കും. ഓക്കെ, ഫോബിയ എന്ന് പറഞ്ഞാൽ പേടിയാണ് എന്ന് പറയും. പക്ഷെ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയ നിങ്ങൾ പറയേണ്ടത് ഒരു നോർമൽ ഫിയർ അല്ല. ഫിയർ എന്നുള്ള ഇമോഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമുക്ക് സ്നേഹിക്കിനെ പേടിയാണ്, അല്ലെങ്കിൽ എല്ലാ പാമ്പിനെയൊന്നും വഴി കൂടെ പോണ പാമ്പിനെയൊന്നും പിടിച്ച് കയ്യിൽ വെക്കാനോ അല്ലെങ്കിൽ അടുത്ത് പോകാനുള്ള ധൈര്യമൊന്നും നമുക്കില്ല. ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് തന്ന ഒരു ഇമോഷനാണ് അല്ലെ. പക്ഷെ ഫോബിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോർമൽ ഫിയർ അല്ല, എക്സസീവ് ഇറാഷണൽ ഫിയർ ആണ്. അത് രണ്ടും വളരെ ശ്രദ്ധിക്കുക. ഒരു നോർമൽ അല്ല, എക്സസീവ് ആണ്. അതുപോലെ റാഷണൽ അല്ല, ഇറാഷണൽ ആണ്. എന്തിനോടൊക്കെ? സ്പെസിഫിക് തിങ്. നമ്മുടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, എക്സസീവ് ഇറാഷണൽ ഫിയർ ഓഫ് സ്പെസിഫിക് തിങ്, അനിമൽ ഓർ സിറ്റുവേഷൻ. അതായത് ഒരു പ്രത്യേക വസ്തുവിനോടോ പ്രത്യേക മൃഗങ്ങളോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനോടോ ഉള്ള എക്സസീവ് ഇറാഷണൽ ഫിയർ. ഒരിക്കലും നമ്മൾ ഫോബിയ എന്താ ചോദിച്ചാൽ ഫിയർ എന്നുള്ള ആൻസർ ആവരുത്. എപ്പോഴും അതിൽ എക്സസീവ് ഇറാഷണൽ, വേണമെങ്കിൽ പെർസിസ്റ്റന്റ് എന്നും കൊടുക്കാം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഫിയർ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ മനുഷ്യര് നമ്മള് പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യരായി എന്നാണ് വിശ്വസിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മള് ആദിമ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കാട്ടിലാ ജീവിച്ചിരുന്നത് അല്ലെ. അവർക്ക് ഈ ഫിയർ എന്നുള്ള ഒരു ഇമോഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ സർവൈവ് ചെയ്തത് അല്ലെ. അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ആ ഫിയർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റിൽ ഒരിക്കൽ ഒരു വലിയൊരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ഒരു കുട്ടികളെ അല്ലെങ്കിൽ കുറച്ചു മുമ്പുള്ള കുട്ടികളൊക്കെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു എട്ടുകാലി അല്ലെങ്കിൽ വലിയൊരു എട്ടുകാലി, കുറച്ച് കണ്ടാൽ പേടി വരുന്ന ഒരു എട്ടുകാലി അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മൃഗങ്ങളെ, ഇത് ഒരു സൈഡിൽ ഭയങ്കരമായ വെപ്പൺസ്, ഇതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനോടായിരിക്കും പേടി ഉണ്ടാവുക? മനുഷ്യരൊന്നും ഇല്ല കേട്ടോ അവിടെ, യൂസ് ചെയ്യാനൊന്നും ആരുമില്ല. വെപ്പൺസ് ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് മൃഗങ്ങൾ, എട്ടുകാലി അല്ലെങ്കിൽ കാട്ടിലൊക്കെ കാണുന്ന പല്ലിവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. ഒരു സാധാരണ മൃഗങ്ങളോട് തന്നെയാണ് പേടി വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ടും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഭയങ്കര ഡേഞ്ചറാണ് വെപ്പൺസ്. അതത്രയും എന്താ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്ന് അറിഞ്ഞിട്ടും പേടി ഇതിനോടായിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് കൈമാറിയ ഒന്നാണ് പേടി. പേടി എന്ന് പറയുന്നത് ഒരു നോർമൽ വികാരമാണെന്നും അത് നമുക്ക് വേണ്ടതാണ്. കാരണം നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുന്നത് അതാണ്. ഒരു കുട്ടിക്ക് ഒന്നിനോടും പേടിയില്ല. ഒരു പാമ്പിനെ, നല്ല വിഷപ്പാമ്പ്, ഒരു മൂർഖനൊക്കെ പോകുമ്പോൾ അതിനെ പേടിയില്ല, അതിനെ പിടിക്കാൻ പോകും. സർവൈവ് ചെയ്യുമോ? ഇല്ല. ഒരു നോർമൽ പേടി നമുക്ക് വേണം. പക്ഷെ ഇത് എക്സസീവ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫോബിയയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പല്ലിയെ പേടിയുള്ള ഒരു കുട്ടിയാന്ന് കരുതാം. ഓക്കെ, ആ പല്ലിയെ എവിടെങ്കിലും അടുത്തെങ്ങാനും, ചിലർക്ക് പല്ലി എന്ന് പറയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തുടങ്ങും കേട്ടോ, ബുദ്ധിമുട്ട് പ്രയാസം തുടങ്ങും. ആ പേര് കേൾക്കുമ്പോഴേ ചില ആളുകൾക്ക് അതിനെ കണ്ടു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ തുടങ്ങും. ഈ ഫോബിയ ആണ് എങ്കിൽ ആ പല്ലിയായിട്ടും അടുത്തടുത്ത് വരും തോറും, അടുത്തൊരു വളരെ നിയർ ബൈ പ്ലേസ് ഒന്നും ആവണമെന്നില്ല, ഒരു റൂമിലും ഒരു സൈഡിലെങ്ങാനും ആ പല്ലി ഫോബിയ ഉള്ള ആ വ്യക്തിയും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിയൂല. ഭയങ്കരമായിട്ട് ഹാർട്ട് പാൽപിറ്റേഷൻ വരും, ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, വോമിറ്റിംഗ് ടെൻഡൻസി, നോസിയേറ്റിംഗ് ഫീലിംഗ് വരും, നന്നായിട്ട് വിറയ്ക്കും, സ്റ്റെക്കാവും, ബ്രീത്ത് കിട്ടാണ്ടിരിക്കും, ഇതുപോലെ തൊണ്ടയിലൊക്കെ എന്തൊക്കെയാ ബുദ്ധിമുട്ട്, ഇപ്പം മരിക്കും എന്നുള്ള ഒരു ഫീൽ വരും. അത്രയും എക്സസീവായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഡെഫിനിഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് ഫിയർ ഓഫ് സ്പെസിഫിക് തിങ്, ചില പ്രത്യേക വസ്തുക്കൾ, അനിമൽ, സിറ്റുവേഷൻ. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ?
ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഫോബിയെ തന്നെ അതിനൊരു സബ് ഡിവൈഡ് ചെയ്യുന്നത് സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ ആൻഡ് അഗോരാഫോബിയ. ഇങ്ങനെ 3 തരം ഫോബിയകളുണ്ട്. ഇതിൽ താഴെ കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം സ്പെസിഫിക് ഫോബിയ. സെക്കൻഡ് വൺ സോഷ്യൽ ഫോബിയ. ഈ സോഷ്യൽ ഫോബിയയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ക്രൗഡിൽ ഇറങ്ങാനും ജനങ്ങളോട് ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു പേടി. നെക്സ്റ്റ് തേർഡ് വൺ അഗോരാഫോബിയ. 3 ടൈപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ. യെസ് മാം. അപ്പൊ ഞാൻ ഹനാന് എന്നോടാണോ? ക്ലിയർ അല്ല. ഹനാൻ, ഡൗട്ട് ആണെങ്കിൽ ഒന്നുകൂടെ ചോദിക്കൂ കേട്ടോ, എനിക്ക് ക്ലിയർ ആയില്ല. എനിവേ ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു സിംറ്റംസ് ഞാൻ ക്ലിയർ ആണെന്ന് പറഞ്ഞതായിരുന്നു, നെറ്റ് കട്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു ഫോബിയ ഉള്ളവർക്ക് വരുന്ന സൈക്കോളജിക്കൽ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ലോസ് ഓഫ് സെൽഫ് കൺട്രോൾ. എപ്പോഴും ഇങ്ങനെയാണോ? ഫോബിയ ഉള്ള സംഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊന്നുമല്ല കേട്ടോ. ഇൻ കേസ് അതുമായിട്ട് ഒരു എക്സ്പോഷർ വരും, പേടിയുള്ള ഒരു സാധനവുമായിട്ട്, അതെന്തോ ആയിക്കോട്ടെ, ചിലർക്ക് മഴയായിരിക്കാം, ചിലർക്ക് മാരേജിനെ പേടിയുള്ളവരുണ്ട്, ചിലർക്ക് ലിഫ്റ്റ് ആയിരിക്കാം, ചിലർക്ക് ഡോഗ് ആയിരിക്കാം, വെള്ളമായിരിക്കാം, ഹൈറ്റ് ആയിരിക്കാം. എന്തായാലും ആ ഒരു സംഭവമായിട്ട് ആ വ്യക്തിക്ക് എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് ആളുടെ കൺട്രോള്, സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. അതായത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊരു ബോധ്യം ഉണ്ടാവില്ല. പിന്നെ ഫീലിംഗ് ക്ലോസർ ടു ഡെത്ത്, അവർ മരിക്കുക എന്നുള്ള ഫീൽ അവർക്ക് ഉണ്ടാവും. നിങ്ങള് മലയാളം മൂവി ജാനകി ജാന എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? നവ്യ നായർ ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം പുതിയതായിട്ട് വീണ്ടും അഭിനയം സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങിയ ഒരു മൂവി. അത് കണ്ടിട്ടുണ്ട് മാം. അതില് ഒരു ചെറിയല്ല ഒരു ഫോബിയ ഉണ്ട് ആൾക്ക്, ഇരുട്ടിനോടൊരു പേടി, അല്ലെ? അതെ. ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഇരുട്ടും, നിക്റ്റോഫോബിയ അല്ലെങ്കിൽ നൈറ്റോഫോബിയ എന്നൊക്കെ നമ്മൾ പറയും. ഇരുട്ടാവുമ്പോ അതിൽ ആ സിംറ്റംസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ ഇരുട്ടായി എന്ന് കണ്ട ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ ആൾക്ക് കഴിയില്ല. അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതാണ് അവരെ സെൽഫ് കൺട്രോൾ. അതുപോലെ മരിക്കുക എന്നുള്ള ഫീലിങ്സ് തോന്നും. ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ വേൾഡ് ആൻഡ് സെൽഫ്. ഈ ഒരു ഫീലിങ്സ് എന്താണോ, നമ്മൾ പലപ്പോഴും ഈ ഫോബിയ ഉള്ള ആളുകളോടൊക്കെ നോർമലി സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ നിങ്ങൾ ഇങ്ങനെ കേട്ടോ, ഒരു സാധാരണക്കാരനാണെങ്കിൽ പറയും, നിങ്ങൾ അത് ചിന്തിക്കേണ്ട, ഇനിയിപ്പോ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഡോർ തുറന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അറ്റ് ദ മൊമെന്റ് ആ എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് അവർക്കൊന്നിനും കഴിയൂല. അവരല്ലാണ്ട് അവരെ സെൽഫ് തന്നെ ഡിറ്റാച്ച് ചെയ്ത അവസ്ഥ. അതായത് അവരുടെ ഒരു മൂവ്മെന്റ്സും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി അവര് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത അവസ്ഥ, അവരിൽ നിന്ന് തന്നെ ഡിറ്റാച്ച് ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ? സെലിംകുമാർ ഏതോ ഒരു മൂവിയിൽ കഞ്ചാവ് അടിച്ചിട്ട് പറയുന്നത്, ശരിക്കുള്ള ഞാൻ ഇതല്ല, ഞാൻ എവിടെയോ ആണെന്ന്. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ സൈന, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്റെ മനസ്സും എന്റെ ശരീരവും എന്റെ ബ്രെയിനും കൺട്രോൾഡ് ആയതുകൊണ്ട്, ഒരുമിച്ചായതുകൊണ്ടാണ്. പക്ഷെ പേടി വരുമ്പോ നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നത്, ഇവരെ സെൽഫ് ഒന്നും ഇവരിൽ നിന്ന് വേർപിരിഞ്ഞൊരു ഫീൽ. അതായത് ഇവർക്കൊന്നും അറിയുന്നില്ല, അവെയർ ആവുന്നില്ല, ഒന്നും കൺട്രോൾ അല്ല. അവരുടെ ബ്രെയിനിനെയും അവരുടെ മനസ്സിനെയും ഒന്നും പറയാനോ അവരുടെ കൂടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ സ്വത്വം നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് പറയും. അതുപോലെ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാം, വേർപിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ആ മീനിങ് കേട്ടോ. എങ്ങനെയാ എക്സ്പോഷർ എന്ന് പറഞ്ഞില്ല, അതെന്തോ ഈ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് ഇപ്പോ എക്സ്പോഷറിന്റെ മലയാളം ഞാനിപ്പോ എങ്ങനെയാ പറയാ? ഇല്ല, ഒരു ഏകദേശ പരിവം പറഞ്ഞാൽ മതി അതിന്റെ. ഓക്കെ. ഒന്നുമില്ല, ഇപ്പൊ എനിക്ക് സ്റ്റേജിനെ പേടിയുള്ള ഒരാളാണെന്ന് കരുതാം. എന്റെ സ്റ്റേജുമായിട്ടുള്ള എക്സ്പോഷർ എങ്ങനെയാ വെച്ചാൽ, അറിയാതെ എന്നെ ഒരാൾ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോ ഞാൻ സ്റ്റേജിൽ കയറേണ്ടി വന്നു. എനിക്കൊരു എക്സ്പോഷർ കിട്ടി അവിടെ. അതായത് എനിക്ക് ഈ സ്റ്റേജുമായിട്ട് മലയാള ടേം എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണേ.
ഇല്ല മാം പറഞ്ഞോ, എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ ആ പിടിച്ചെടുത്തോളാം. ഓക്കെ. ക്ലാരിറ്റി ഇല്ലെങ്കിൽ എത്ര വേണേലും ചോദിച്ചോളണേ, ആ കാരണം എല്ലാ ലെവലിലേക്കും നമ്മൾ പഠിപ്പിച്ചു തരാം. ഇനി ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരണ്ടേ. ഇനി ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ സിംറ്റംസ് ആണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസ്, ഒരു വ്യക്തിക്ക് ഫോബിയ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഫോബിയ ഉള്ള വ്യക്തിക്ക് ഉണ്ടാവുന്ന സിംറ്റംസ്, ഫസ്റ്റ് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാവും. എക്സ്പോഷർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാമീപ്യം എന്നൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പൊ ആ എനിക്കൊരു സംഭവത്തിന് പേടിയാണ്, അതുമായിട്ടുള്ള ഒരു അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോ എനിക്ക് പൂച്ചയെ പേടിയാണ്, ഞാൻ എങ്ങാനും പൂച്ചയെ അടുത്ത് കണ്ട്, അതൊരു എക്സ്പോഷർ ആണ് എനിക്ക് പൂച്ചയെ. കോണ്ടാക്റ്റിൽ വരുമോ അതെ കോണ്ടാക്റ്റിൽ വരെ. ഇതുമായിട്ട്? ഓക്കെ. ഏതിനോടാണോ പേടി അതുമായിട്ട്. അപ്പൊ ബ്രെത്ത്ലെസ്നെസ് വരും, അതായത് ശ്വാസം മുട്ടി തുടങ്ങും. പിന്നെ ഒരു നോസിയേറ്റിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യില്ല, പക്ഷെ ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിങ്ങനെ ഫീൽ ചെയ്യും. ഞാൻ ഇപ്പൊ വൊമിറ്റ് ചെയ്യും. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ചുരമൊക്കെ കയറുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരില്ല, വന്ന് കിട്ടിയാൽ സമാധാനമായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു ഫീലിങ്സ് വരില്ലേ, അതാണ് ഒരു നോസിയേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡയറിയ, ചില ആളുകൾക്ക് ലൂസ് മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അപ്പോൾ ടോയ്ലറ്റ് കൊണ്ടുവരും. പിന്നെ നെക്സ്റ്റ് വോമിറ്റിങ്ങും അതിന്റെ സിംറ്റംസ് ആണ്. പിന്നെ ഫീലിങ്സ് ഓഫ് ചോക്കിംഗ് ആൻഡ് ഫെയിന്റിങ്. ചോക്കിംഗ് ഒക്കെ ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അതായത് തൊണ്ടയിൽ എന്തോ തടഞ്ഞ പോലെ ഫീൽ ചെയ്യാം. തൊണ്ടയിൽ അങ്ങോട്ടേക്ക് നമ്മളിപ്പോ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും തടഞ്ഞാലുള്ള അവസ്ഥ എന്താ, നമുക്ക് ബ്രീത്തും കിട്ടൂല, സംസാരിക്കാനും കഴിയൂല, അതുപോലെയുള്ള അവസ്ഥ. ഫെയിന്റിങ് എന്ന് പറഞ്ഞാൽ തലമിന്നി വീഴാം. പിന്നെ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടും. പിന്നെ ലോസ് ഓഫ് അത് സ്പെല്ലിംഗ് തെറ്റിയ, ഷെയ്ക്കിംഗ് ബോഡി, അതായത് ഇക്വിലിബ്രിയം, നമുക്കൊരു സ്റ്റഡി ആയിട്ട് നിൽക്കാൻ കഴിയും. നമ്മൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് അൺസ്റ്റഡി ആയി പോകും, ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. ഇത്രയാണ് ഫോബിയയുടെ സിംറ്റംസ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഇതിൽ സ്പെസിഫിക് ഫോബിയ ഉണ്ട് അല്ലെ. ഫസ്റ്റ് വൺ നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞു. സ്പെസിഫിക് ഫോബിയ ഇത്രയേ ഉള്ളൂ, പ്രത്യേക വസ്തുക്കളോടോ അല്ലെങ്കിൽ ഒരു പേരിനോടോ ഒരു സിറ്റുവേഷനോടോ ഉണ്ടാവുന്ന പേടിയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നിങ്ങൾ കാണാം, സ്ക്രീനിൽ കാണാലോ അല്ലെ. എ സ്പെസിഫിക് ഫോബിയ ഈസ് ആൻ ഇന്റൻസ് ആൻഡ് ഇറേഷണൽ ഫിയർ ഓഫ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. വെള്ളത്തിനോടുള്ള പേടി ഒരു സ്പെസിഫിക് ഫോബിയാണ്, ഹൈഡ്രോഫോബിയ എന്ന് നമുക്ക് പറയാം. ഹൈറ്റിനോടുള്ള പേടി, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനോടുള്ള പേടിയെ നമ്മൾ എക്രോഫോബിയ എന്ന് പറയാം. ഇനി ഡോഗിനോടുള്ള പേടി ഉണ്ടാവും, ഇതിനെ നമുക്ക് ഈ ഫോബിയകൾ ഒരുപാടുണ്ട്, പേരൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ചില ആളുകൾക്ക് മാരേജിനെ ഭയങ്കര പേടിയായിരിക്കും, അതിനെ നമ്മൾ ഗാബോഫോബിയ എന്ന് പറയും. ഓക്കെ. ചിലർക്ക് സൗണ്ടിനെ പേടിയായിരിക്കും. എന്തായാലും ഈ ഒരു സ്പെസിഫിക് ഫോബിയ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് നേച്ചുറൽ എൻവിയോൺമെന്റിനോടുള്ള ഒരു പേടിയാണ്. എന്തൊക്കെയാ എൻവിയോൺമെന്റിനോടുള്ള പേടി എന്ന് വെച്ചാൽ, കാറ്റ്, ഇടി, മിന്നൽ, മഴ, ഫ്ലഡ്, ഇങ്ങനെ നമ്മുടെ നേച്ചുറൽ ആയിട്ടുണ്ടാവുന്ന പ്രതിഭാസങ്ങളില്ലേ, ഇതിനോടുള്ള എക്സസീവ് ഫിയറിനെ നമുക്ക് നേച്ചുറൽ എൻവിയോൺമെന്റൽ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ഫോബിയയിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് മെഡിക്കൽ ഏരിയയിലുള്ള, അതായത് നിങ്ങൾ അത് പലപ്പോഴും നമ്മൾ എപ്പോഴും കാണുന്ന പേടികളാ അല്ലെ. ഇഞ്ചക്ഷനുള്ള പേടി, ബ്ലഡ് കണ്ടാലപ്പോ തലമിന്നി പോവും. ചിലർക്ക് അതിൽ തന്നെ സ്പെസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ കണ്ടാൽ കുഴപ്പമില്ല, സ്വന്തം കാണുന്നതേ കുഴപ്പമുള്ളൂ. ചില ആളുകൾക്ക് സ്വന്തം കണ്ടാൽ കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ബ്ലഡ് കാണുമ്പോഴേക്ക് ഫെയിന്റ് ആയി പോകും. പിന്നെ നെക്സ്റ്റ് ഏരിയ ഏതാ? അനിമൽ ഫോബിയ അല്ലെ. അനിമൽ ഫോബിയ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻസെക്ട്സ് ആവാം, ബേർഡ് ആവാം, അനിമൽ കിങ്ഡത്തിൽ പെട്ട എല്ലാത്തിനോടുള്ള പേടി. ഇനി ആ നാലാമത്തെ കോളത്തിൽ എന്താ പറയുന്നത്? സിറ്റുവേഷൻസ്. ചില സിറ്റുവേഷൻ നമുക്ക് എന്തൊക്കെ പറയാം? ഇവന്റുകളൊക്കെ ഇല്ലേ, ചില സ്പെഷ്യൽ ഇവന്റിനോട് പേടിയുള്ള ആളുകൾ. ഫോൺ എന്തെടുത്ത്, സോറി കട്ടായി പോയോ? ഓക്കെ, എനിക്കൊരു കോള് വന്നതാണ്.
ചില പ്രത്യേക സിറ്റുവേഷനോടുള്ള പേടി. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഫോബിയെ 4ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം. അത് നേച്ചുറൽ എൻവയോൺമെന്റ്, നേച്ചുറൽ ഫിനോമിന ആയിട്ടുള്ള പേടിയുണ്ട്, മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള പേടിയുണ്ട്, അനിമൽ കിങ്ഡം ആയിട്ടുള്ള പേടിയുണ്ട്, ചില പ്രത്യേക സിറ്റുവേഷൻ ആയിട്ട്. ഇതിനെല്ലാം നമ്മൾ സ്പെസിഫിക് ഫോബിയയിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇവർക്കുള്ള പേടി എന്താന്ന് വെച്ചാല് ഈ ഒരു സംഭവമായിട്ട് എങ്ങാനും അടുത്തിരിക്കുക അല്ലെങ്കിൽ ഇത് വിറ്റ്നസ് ആവുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ പേടി വരുന്നവരുണ്ട്. അപ്പൊ നമ്മളൊരു ക്ലസ്ട്രോഫോബിയ എന്ന് പറയും. അതൊരു സിറ്റുവേഷണൽ ഫോബിയാണ്. അതായത് അഥവാ അടച്ചിട്ട റൂമിൽ പെട്ടുപോയ പേടിയാവാം. അടച്ചിട്ട റൂമിൽ പെട്ടുപോകുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് പാനിക് ആവും. ക്ലോസ് ചെയ്യാതെ ഓപ്പൺ വിൻഡോ ഡോറൊക്കെ ഓപ്പൺ ചെയ്താൽ അവർ കുഴപ്പമില്ല. പക്ഷെ ആ റൂം ലോക്ക് ചെയ്ത് വിൻഡോയും ഡോറൊക്കെ ക്ലോസ് ചെയ്തോ അവർ പാനിക് ആവാൻ തുടങ്ങും. അവർക്ക് ഈ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങും. ഇതിനെ നമ്മൾ ക്ലസ്ട്രോഫോബിയ എന്നൊക്കെ പറയും. അടച്ചിട്ട റൂമിനോടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ റൂമിനോടുള്ള ഒരു പേടി. ഇതൊരു സിറ്റുവേഷണൽ ഫോബിയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ഫോബിയ ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു ടൈപ്പ് ഞാൻ പറഞ്ഞ അഗോരാഫോബിയ. ഇതെന്താണോ, ഈ പേടികളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പേടി എന്ന് പറഞ്ഞു. ഇത് അഗോരാഫോബിയ എന്ന് പറഞ്ഞ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസില് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, പബ്ലിക് പ്ലേസിൽ ഇരിക്കുമ്പോഴുള്ള പേടിയാണ്. പക്ഷെ ഇവരുടെ പേടി എന്താണെന്നോ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എസ്കേപ്പ് പോസിബിൾ ആണോ എന്നുള്ളതാണ് ഇവരുടെ പേടി. അതായത് ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഇൻ കേസ് പബ്ലിക് പ്ലേസിലോ ട്രാൻസ്പോർട്ടേഷനിലോ എല്ലാവരും കൂടുന്ന ഒരു ഫംഗ്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ അഗോരഫോബിയക്കാരുടെ പേടി, ഇത് നമുക്ക് കൺസൾട്ടേഷൻ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് അവർ തന്നെ ഇങ്ങോട്ടേക്ക് തരും കേട്ടോ. എന്താ അവര് പേടി ചോദിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയ ഹെൽപ്പ് ചെയ്യാൻ ആരാണ്, അല്ലെങ്കിൽ എസ്കേപ്പ് പോസിബിൾ ആണോ. ഈ ഒരു പേടിയാണ് അഗോരാഫോബിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള പ്ലേസ് അവരുടെ വീടായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം അവരൊരു കംഫർട്ട് സ്പേസ് അതാണ്. അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ള തോന്നലാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എസ്കേപ്പ് ആവും, ഇതാണ് ഇവരുടെ പേടി. ക്ലിയർ ആയോ? അഗോരാഫോബിയക്കാരുടെ പേടി ഇതാണ്. ഈ ഫോബിയ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെങ്ങനെയെന്നുള്ളത്. ഇനി ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ, ഞാൻ പറഞ്ഞു ഫോബിയ 3 തരം ഉണ്ട്. സ്പെസിഫിക് നമ്മൾ ആദ്യം പറഞ്ഞു എന്തൊക്കെയാണ് പേടികൾ എന്നുള്ളത്. നേച്ചറിനോട്, മെഡിക്കൽ ഫീൽഡിനോട്, അല്ലെങ്കിൽ അനിമൽസിനോട്, സിറ്റുവേഷനോട്. നെക്സ്റ്റ് ഒരു വിഭാഗം പറഞ്ഞു അഗോരാഫോബിയ, അതായത് പബ്ലിക് പ്ലേസിലായാലും ട്രാൻസ്പോർട്ടേഷനിലായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായാലും എനിക്ക് എസ്കേപ്പ് പോസിബിൾ ആണോ എന്നുള്ള ഒരു പേടി. അടുത്തൊരു ഫോബിയാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ ഭയങ്കരമായിട്ട് കുട്ടികൾ ഭയങ്കര വൈബാണ്, ഭയങ്കര എനർജറ്റിക് ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് വളരെയധികം കൂടി വരുന്ന ഒരു ഡിസോർഡർ ആണ് ഇത് കേട്ടോ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളത്. കാരണം ഇന്നത്തെ എല്ലാരെയും നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർക്ക് പബ്ലിക് പ്ലേസിലും ക്രൗഡിലൊക്കെ ഒരു ഫിയർ. ഈ ഫിയർ എന്താണെന്നറിയോ? നേരത്തെ അഗോരാഫോബിയയുടെ ഫിയർ നമ്മൾ എന്താ പറഞ്ഞത്? പബ്ലിക് സ്പേസിലും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എസ്കേപ്പ് പോസിബിൾ ആണോന്ന് ഉള്ള അതിനോടുള്ള ഒരു എക്സസീവ് ഫിയർ. ഇവിടെയുള്ള ഫിയർ എന്താണോ? ഫിയർ ഓഫ് ബീയിങ് വാച്ച് ആൻഡ് ജഡ്ജ് ബൈ അതേഴ്സ്. എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കോ, എന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ഹ്യൂമിലിയേറ്റ് ചെയ്യോ, ഇങ്ങനെയുള്ള പേടികളാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. ഈ പേടികൾ ഡിഫറൻസ് ആണ്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവര് അവർക്ക് പുറത്തിറങ്ങാനും പബ്ലിക്കിൽ ഇറങ്ങാനും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാനൊക്കെ പേടി എന്താ? എന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യോ, എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കത്തില്ലേ, എന്നെ ഇനി എങ്ങാനും ഹ്യൂമിലിയേറ്റ് ചെയ്യോ, ഇങ്ങനെയുള്ള എക്സ്ട്രീം പെർസിസ്റ്റന്റ് ഇറേഷണൽ ഫിയറിനെയാണ് നമ്മൾ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ 3 ഫോബിയകളും ക്ലിയർ ആയോ?
നമുക്ക് എക്സാക്ട് അതിന്റെ ഒരു കോർ ഫീച്ചർ കിട്ടണം കേട്ടോ. അപ്പോഴേ ഇത് ഏതാണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുള്ളൂ. സിംറ്റംസ് എല്ലാം ഒരുപോലെ കാണിക്കാം. ഈ പേടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പൊ നമുക്ക് അവിടെ നമുക്ക് സൈഡിൽ കാണാം കുറച്ച് സിംറ്റംസ്. ഇതിന് നമ്മൾ എപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിനൊക്കെ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കുക. നോർമൽ ഫിയർ അല്ല കേട്ടോ. അതായത് എല്ലാ വ്യക്തിക്കും ഒരു പുതിയ സ്റ്റേജ് കാണുമ്പോൾ ചെറിയ കുറച്ച് സെക്കൻഡ്സ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സോ അല്ലെങ്കിൽ മിനിറ്റ്സിലോ കുറച്ച് പേടി ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. അങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയാതെ ഒരു സ്റ്റേജിൽ കയറുമ്പോഴേക്ക് ത്രോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, സ്റ്റാമറിങ് വരിക, സംസാരം ഇങ്ങനെ വിക്കി വിക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാണ്ടിരിക്കുക, ഒരുപാട് പ്രിപ്പയർ ആയിട്ടുണ്ടാവും എന്നാലും ഒരു അക്ഷരം അവിടെ മിണ്ടാൻ പറ്റാണ്ടിരിക്കുക, നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുക, ഇതുപോലെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, വയറിനകത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. വയറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് വരും. അതുപോലെ വയറുവേദന വരും, തലവേദന വരും. ഇൻ കേസ് ഈ സ്റ്റേജിൽ കയറേണ്ടി വന്നാൽ നല്ല ഫോബിയ ഉള്ള ഒരു വ്യക്തിക്ക് ഇതൊക്കെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൽ പെട്ടതാണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ 3 ഡിസോർഡർ പറഞ്ഞതിൽ ഇതിന്റെ കോഴ്സും ട്രീറ്റ്മെന്റും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ നമ്മളെ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഫോബിയകൾ ഉണ്ടോ? ഫോബിയ കേട്ടോ, നോർമൽ ഫിയർ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അത്ര അഡ്ജസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും പേടിയുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ആരെയും ട്രീറ്റ് ചെയ്യണ്ട അല്ലെ? എനിക്കുണ്ട് മാം ഡോഗിനെ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പ്രീവിയസ് എക്സ്പീരിയൻസ്? ആ പിന്നെ ഞങ്ങള് ഒരു പ്രാവശ്യം എന്റെ പുതിയ വീട് എടുക്കുന്ന സമയത്ത് പുറത്തായിരുന്നു. അത് ഓൺ ചെയ്യാൻ പോകുമ്പോ അവിടെ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പൊ ആ പട്ടി എന്റെ നേർക്ക് വന്നു. നേർക്ക് വരല് മാത്രല്ല, ഞാൻ ബാക്കോട്ടാണ് പോകുന്നത്, അതെന്റെ മുന്നിലോട്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ താഴെ വീണു. താഴെ വീണ ആ ശബ്ദത്തിന് അത് പേടിച്ചു പോയി. അപ്പൊ അതെന്നെ അപ്പോഴത്തേക്കും അച്ഛനൊക്കെ ഓടി വന്നു. അതിനുശേഷം ഇപ്പൊ പട്ടീന്റെ ഏരിയയിലേക്കേ ഇല്ല. അത് ഭയങ്കര പേടിയാ. ആ പട്ടിക്ക് എവിടെയോ എത്തി, എന്നാലും എല്ലാ പട്ടികളെയും കാണുമ്പോ പേടിയുണ്ട് അല്ലേ? വീട്ടില് അമ്മേന്റെ അടുത്ത് ഇപ്പം പട്ടിയുണ്ട് 2 എണ്ണം. അതുകൊണ്ട് ഇപ്പം വീട്ടിന്റെ ഗേറ്റ് നിന്നിട്ടാണ് സാധനങ്ങളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുക. ആ പട്ടീനെ അകത്ത് കൂട്ടിൽ കയറ്റിയാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. ഇപ്പോഴും അവിടുന്നാ വരുന്നത്, അകത്ത് കയറാണ്ട്. ഇതേ നമ്മൾ പട്ടീനെ ഇതുപോലെ ഡോഗിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ സൈനോഫോബിയ എന്ന് പറയും. ഞാൻ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത്, ഫോബിയക്ക് ഇതുപോലെ ഒന്നിൽ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെങ്കിലും അത്രയും ട്രോമാറ്റിക് ആയ കഥ നമ്മൾ കേട്ടിരിക്കണം, അൺകോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി, അല്ലെങ്കിൽ നമ്മൾ വിറ്റ്നസ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പേടികൾ വരുന്നത്, ഫോബിയകൾ വരുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയ പല ഫോബിയകളും പലർക്കും ചിലപ്പോൾ ഇതിനൊരു സ്പെസിഫിക് കാരണം പറയാൻ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. പക്ഷെ അൺകോൺഷ്യസ്ലി എപ്പോഴെങ്കിലും അവർ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. ഇപ്പൊ രാജശ്രീ മാമിന് നന്നായിട്ട് അറിയാം ആ പട്ടിയും ആ പട്ടിയുടെ കുട്ടികളൊക്കെ എവിടെയോ എത്തി, സ്റ്റിൽ നല്ല അവെയർ ആയിട്ടുള്ള വ്യക്തിയായിട്ട് പോലും ഇപ്പോഴും ഡോഗിനെ പേടിയാണ് അല്ലെ? അതിന്റെ ഒരു റീസൺ എന്താണോ, നമ്മള് ഇപ്പൊ ഞാൻ രാജശ്രീ മാമിനോട് പറയാണ് ആ പട്ടി എവിടെയോ എത്തി, അല്ലെങ്കിൽ അതൊന്നും നിങ്ങളെ കാണിക്കില്ല, ഇപ്പൊ വേറെ നായ്ക്കളാണ്, അത് ആ ഒരു ബോധം നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ 2 പാർട്ട് ഉണ്ട്. ഒന്ന് എക്സ്പീരിയൻസ്ഡ് പാർട്ടും ഒന്ന് ലോജിക് പാർട്ടും. ഓക്കെ, ഈ നിങ്ങളിപ്പോ ഒറ്റത്തവണ രാജശ്രീ മാം എക്സ്പീരിയൻസ് ചെയ്തു ഒരു പേടിയെ. ഓക്കെ, അപ്പൊ ആ പേടി എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവത്തെ എത്ര നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും, ഞാനിപ്പോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോബിയെ കുറിച്ചും, ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ക്ലിയർ ആവും, ഒരു ഡോഗിനെ അവിടെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാലും ഒന്നും വർക്ക് ആവില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഫ്രോണ്ടൽ ലോബിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ലോജിക് എല്ലാം വേറൊരു രീതിയിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ബ്രെയിന് വേറൊരു രീതിയിലോ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫോബിയക്ക് എക്സ്പോഷർ തെറാപ്പി കൊടുക്കണം എന്ന് പറയുന്നത്. എന്തിനോടാണോ എക്സ്പീരിയൻസ് ചെയ്ത് ആ എക്സ്പീരിയൻസ് ചെയ്തതിനെ അടുത്ത് നിർത്തിക്കൊണ്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത ബ്രെയിനിന് തന്നെ വീണ്ടും എവിഡൻസ് ബേസ്ഡ് കിട്ടണം. അതായത്
എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നൊരു ഫീലിങ്സ് മൈൻഡിലേക്ക് നിങ്ങൾ വെറുതെ മനസ്സിലാക്കിയാൽ പോരാ. ഈ ബ്രെയിൻ അത് മനസ്സിലാക്കിയാലേ ക്ലിയർ ആവുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളൊരു ഡോഗിനെ പേടിയുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് റിലാക്സേഷൻ തെറാപ്പി ഒക്കെ തന്ന് ഒട്ടും കഴിയൂല കേട്ടോ. നമ്മൾ എത്ര ഭയങ്കര ബോൾഡ് ആയാലും ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ ഡോഗിനെ കണ്ടാല് നമുക്ക് ഇങ്ങനെ പാനിക് ആവാൻ തുടങ്ങും. അപ്പൊ ആദ്യം ഒരു ഇമാജിനേഷൻ തെറാപ്പി ഒക്കെ 2 or 3 തവണ തന്നതിന് ശേഷം വിത്ത് ദ ഹെൽപ്പ്, നമ്മളെപ്പോഴും ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്തുള്ള ഒരാളെ ഹെൽപ്പോട് കൂടി കുറെ ഡോഗ്സുമായിട്ട് ഇടപഴകുന്ന വീഡിയോസ് ഒക്കെ ആദ്യം കാണിക്കും. പിന്നെ ഈ ഡോഗുമായിട്ട് തന്നെ നിങ്ങൾ അമ്മ കളിക്കുന്ന ഇങ്ങനെ 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 കണ്ടിന്യൂസ് നിങ്ങളുടെ ബ്രെയിനിന് ഇങ്ങനെ തറുവായിട്ട് ഇതിങ്ങനെ ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തു എന്ന് കരുതിയാലും നിങ്ങളുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഏരിയ മാത്രമേ ഇത് വിഷ്വൽ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ ആ പേടി മാറില്ല. പിന്നെ നിങ്ങൾക്ക് ഒരാളുടെ സഹായത്തോടു കൂടി എപ്പോഴാണോ ആ ഡോഗിന്റെ മുന്നിൽ അല്ലെങ്കിൽ കുറച്ചു ദൂരെങ്കിലും നിന്നിട്ട് ഇതുപോലെ പേടിയൊക്കെ വരും, പക്ഷെ ബ്രീത്ത് എടുത്ത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നോ, അങ്ങനെ 2 or 3 തവണ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത ബ്രെയിന് റീ എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഈ നായുടെ അടുത്ത് നിന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് നമ്മൾ എക്സ്പോഷർ തെറാപ്പി. അത് ഓരോരോ ഏരിയകളാവുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ ചെയ്താൽ മാത്രമേ, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. 1 or 2 മാസം കൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവില്ല, 2 വർഷം എടുത്തേക്കാം. പക്ഷെ അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, അവിടെ ക്ലിയർ ആയി. അല്ലാതെ നമ്മൾ എത്ര നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റിലെയും തന്നെ ആയിട്ട് അവസ്ഥ, എത്ര അങ്ങോട്ട് സംസാരിച്ചാലും കാര്യമില്ല. അത് കേൾക്കുന്നത് വേറൊരു ഏരിയയിലേക്കും ആദ്യം അനുഭവിച്ചത് വേറൊരു ഏരിയയിലും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൗൺസിലിങ്ങിലൊക്കെ വർത്തമാനങ്ങൾ ഒന്നും അല്ലാതായി തീരുന്നത്. നമ്മളത് റിയലൈസ് ചെയ്യണം. അതേസമയം ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്ത് ഫോബിയ ഉണ്ടാക്കുകയാണ്. അതായത് അയാൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, അയാൾ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ഒരു പേടി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പേടിയെ നമുക്ക് ഈ ടോക്കിംഗ് തെറാപ്പിയിലൂടെ മാത്രം ക്യൂർ ചെയ്യും. ഈ തെറാപ്പിയുടെ സെഷന് ഷാഫി സാർ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുത്തു തരും കേട്ടോ. CBT, ഞാൻ പറയുന്ന റിലാക്സേഷൻ, അതൊക്കെ വൃത്തിക്ക് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഞാൻ ഓരോന്നിന്റെ റെമഡിയും കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് സാർ ഇതിന്റെ പ്രാക്ടിക്കൽ തന്നിട്ടില്ല എന്ന് നിങ്ങൾ ചോദിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഫോബിയ ഉണ്ടാവുന്നത്? ഒന്ന് പാരന്റിങ് സ്റ്റൈൽ. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പാരന്റിങ് സ്റ്റൈൽ എങ്ങനെയാ ഫോബിയ ഉണ്ടാക്കുക? തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? ഓക്കെ. അതായത് ഇപ്പോ ഒരു പേടിയില്ലാത്ത കുഞ്ഞ് ജനിച്ചു വീണിട്ടുണ്ടാവും. ഓക്കെ, അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് എന്തിനോടെങ്കിലും ഒരു പേടി ഉണ്ടാവും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ ഒരിക്കലും ഒരു വേറെ പാരന്റിനെ കുറ്റപ്പെടുത്തല്ല. ഞാനും കുറെ കാലങ്ങൾക്ക് മുമ്പ് സൈക്കോളജി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ഇതേ വേ തുടർന്നു പോയത്. ഓക്കെ, ഇത് പഠിച്ചത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത്. നമ്മൾ നമ്മുടെ പേടിയെ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞ മാതിരി നല്ല വാക്കുകൾ കൊണ്ട് വെർബലി നമ്മുടെ കുട്ടിക്ക് കൈമാറി കൊടുക്കും അല്ലെ? പേടി നമുക്കാണെങ്കിൽ നമുക്ക് നല്ല ബോധം ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പേടിയെ ചെറുപ്പം മുതലേ അവരെ വളർത്തുന്ന പീരീഡിൽ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അതിങ്ങനെയായിരിക്കും, അറിഞ്ഞോ അറിയാതെ ആ കുട്ടിയിലേക്ക് പേടി പോയിക്കൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ അല്ലാണ്ട് തന്നെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്നും കുട്ടികൾക്ക് പേടി വരും കേട്ടോ. അതായത് കുട്ടിയെ ഒരു പാരന്റിങ് സ്റ്റൈൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് അറിയോ? കേട്ടിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു പാരന്റിങ് സ്റ്റൈല് പറഞ്ഞേ. അതോറിറ്റേറ്റീവ് പാരന്റിങ്, ഓക്കെ, അതോറിറ്റേറ്റീവ് പാരന്റിങ്, പിന്നെ എന്താ ഹെലികോപ്റ്റർ പാരന്റിങ്. ഈ അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പാരന്റ് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലും പിന്നെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ഉള്ളത് അല്ലേ അതോറിറ്റി? അത് രണ്ടും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. സോറി, മ്യൂട്ടായി. എനിക്കും സ്റ്റിൽ കൺഫ്യൂഷൻ ആണ്. അത് കുഴപ്പമില്ല. നെക്സ്റ്റ് പറയും, വേറെ ഏതൊക്കെയാ പാരന്റിങ്?
പിന്നെ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എന്തെന്നിലും ഏത് ഘട്ടങ്ങൾ വന്നാലും തൂക്കിയെടുത്ത് രക്ഷിക്കുന്ന പോലെയുള്ള പാരന്റ്, അത് ആക്ച്വലി ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് പാരന്റിംഗ് ആണ്. പിന്നെ ഏതായിരിക്കാം, പിന്നെ ഏതൊക്കെയാ പാരന്റിങ്, ഏതായിരിക്കാം പോസിറ്റീവ് പാരന്റിങ്? അല്ല, അതില് അതോറിറ്റേറ്റീവ് ആയിരിക്കും. അത് ഏതാണെന്ന് എനിക്ക് ആ പേരിൽ ചെറിയൊരു ഇതുണ്ട്. അത് ഒന്ന് ശരിയായി കൃത്യമായ കാര്യങ്ങളും റീസണും പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു പാരന്റിങ് ഉണ്ട് അതില്. അത് അതോറിറ്റേറിയൻ ആണോ, അതോറിറ്റേറ്റീവ് ആയിരിക്കും. അതോറിറ്റേറ്റീവ്. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ടീച്ചേഴ്സും അതുപോലെ കുറച്ചൊക്കെ കൗൺസിലിംഗ് അറിയുന്നവരൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ധാരണ എന്താണ്, സൈക്കോളജിസ്റ്റുമാരെ കുറിച്ചും കൗൺസിലേഴ്സിനെ കുറിച്ചും ആളുകളുടെ ധാരണ നമുക്ക് എല്ലാം അറിയും എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ നമുക്ക് നല്ലതാണ്. ഓക്കെ, സത്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയ എല്ലാത്തിനെ കുറിച്ചും പറയാൻ അറിയുമ്പോൾ പിന്നെ സൈക്കോളജി കഴിഞ്ഞവരും കൗൺസിലിംഗ് പഠിച്ചവർക്കൊന്നും യാതൊരു പേടിയില്ല, എല്ലാത്തിനെയും നല്ല ഹാൻഡിൽ ചെയ്യാൻ അറിയാം, അതുപോലെ മുഖം നോക്കി റീഡ് ചെയ്യാൻ അറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് യൂസ്ഫുൾ ആണ്. എനിവേ, എന്നാലും നമ്മൾ ചിലതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെക്കും, ചെറുതായിട്ടെങ്കിലും. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന, നിങ്ങൾ ഈ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഇതിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പണികൾ എന്താണോ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഈ ധാരണ ആളുകൾക്കുള്ളത് കാരണം സാർ നിങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ പഠിച്ചാൽ ഒരു 4 വാക്ക് അല്ലെങ്കിൽ 2 വാക്ക് കുട്ടികളോട് സംസാരിക്കും, സ്പോട്ടിൽ സ്പീച്ചൊക്കെ പറയാൻ കഴിവുള്ളവരാണ് നമ്മളെന്നും അടുത്തൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ വേണം. പാരന്റിങ് സ്റ്റൈൽ എന്ന് ഒരുപാടുണ്ട്. ഇപ്പോൾ രാജശ്രീ മാം പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ, അങ്ങനെ ഒരുപാട് പാരന്റിങ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് 4 പാരന്റിങ് പറയാം. ഒന്ന് പെർമിസീവ് പാരന്റിങ്, നെക്സ്റ്റ് പെർമിസീവ്, നെക്സ്റ്റ് നെഗ്ലെക്ട്ഫുൾ പാരന്റിങ്, മൂന്നാമത്തെ അതോറിറ്റേറിയൻ പാരന്റിങ്, നാലാമത്തെ അതോറിറ്റേറ്റീവ്. അത് എപ്പോഴും ഡൗട്ട് ആവും, അതോറിറ്റേറിയൻ അതോറിറ്റേറ്റീവ്. എനിക്കിപ്പോ സ്റ്റിൽ ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഫോണൊന്ന് ചെക്ക് ചെയ്തത്, കാരണം തെറ്റ് പഠിപ്പിക്കരുതല്ലോ. ഓക്കെ, ഇതിൽ എന്താണ് പെർമിസീവ് പാരന്റിങ്? ആ പേരിൽ തന്നെ ഉണ്ട്, ഭയങ്കര പെർമിസീവ് ആവണം. കുട്ടി എന്ത് ചോദിച്ചോ അത് കൊടുക്കുന്നു. ഇപ്പോഴത്തെ പാരന്റ്സിൽ പലരിലും ഈ പെർമിസീവ് കാണുന്നുണ്ട്. കുട്ടി ടാബ് ചോദിച്ചോ, ഫോൺ ചോദിച്ചോ, എനിക്ക് എന്റെ കുഞ്ഞിലെ അല്ലെങ്കിൽ എന്റെ ചെറുതിലെ ഇതൊന്നും പോസിബിൾ അല്ലായിരുന്നു, സോ എന്റെ കുഞ്ഞെങ്കിലും യൂസ് ചെയ്യട്ടെ. കുട്ടി ഇപ്പൊ ഒരു മിഠായി ഇല്ല, അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ കംപ്ലൈന്റ് പറയാം. കുട്ടിക്ക് എങ്ങനെ? സ്വന്തം, ഞാൻ സ്കൂളിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. 9, 10 എന്റെ സെക്ഷൻ. ഇപ്പൊ കുട്ടികൾക്ക് ചോദിക്കുന്ന എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ ചോദിക്കും, കൊടുക്കുന്ന സൗകര്യം ഓരോന്നായിട്ട് കട്ടി. അതെ, നമ്മുടെ തെറ്റായ ധാരണയാണ് നമ്മളെല്ലാം ചോദിക്കുന്നത് കൊടുത്താൽ കുട്ടികൾ വൃത്തിക്ക് ചെയ്യുന്നു. അവർക്കെല്ലാം കിട്ടുകയല്ലേ. പിന്നെ എന്താ വെച്ചാൽ പെർമിസീവ് പാരന്റിങ്, നമ്മൾ നല്ലത് കരുതിയിട്ട് ഒരു പാരന്റ്സും സ്വന്തം മക്കള് വഷളാവണം എന്ന് കരുതിയിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അവര് ബെസ്റ്റ് ആവണം, ബെറ്റർ ആവണം എന്നുള്ള ഓപ്ഷനാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെ അവരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കൊടുക്കും. കാരണം കുട്ടി സൈക്കിള് കളിക്കാൻ ചോദിക്കുന്നത് കടം വാങ്ങിച്ചിട്ടായാലും ഇന്ന് ഏത് സ്റ്റാറ്റസ് ഉള്ള പാരന്റ്സ് ആയാലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ട്രൈ ആക്കുന്നില്ല. ചിലരൊക്കെ ട്രൈ ആക്കുന്നുണ്ട്. ഒരു സേവിങ്സ് ബോക്സ് കൊടുത്തിട്ട് ആ ചോദിച്ച അന്ന് മുതൽ കുട്ടിക്ക് ഒരു 10 രൂപയോ 100 റുപ്പീസോ കൊടുത്തിട്ട്, എന്നാണോ ഇത് 3000 ആവുന്നത്, എന്നാണോ ഇത് 4000 ആവുന്നത്, അപ്പൊ നിന്റെ പൈസക്ക് നിനക്കൊരു സൈക്കിൾ വാങ്ങാം എന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് ക്ഷമിക്കാനുള്ള, വെയിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, സേവ് ചെയ്യാനുള്ളത്, വാല്യൂം കൂടും. ഇത് എന്റേതാണ് എന്നുള്ള ഒരു തോട്ട് വരും. മറ്റത് അച്ഛനോട് ചോദിക്കുന്നു, അമ്മേനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോട് ചോദിക്കുന്നു, വെരി നെക്സ്റ്റ് പീരീഡ് അത് കിട്ടുന്നു. ഈ ഒരു ടെൻഡൻസി പൊതുവെ ഇന്നത്തെ മീഡിയകളും സോഷ്യൽ മീഡിയ, ഇത് ഈ സ്ക്രോളിങ്, ഷോർട്സ്, ചാനലുകളുടെ ആധിക്യം അല്ലെ. പണ്ട് നിങ്ങൾ എന്റെ ഏജ് ആണോ എന്നറിയില്ല, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ ഈ ദൂരദർശൻ കാണാന് പരസ്യം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വേറെ ചാനലുകളൊന്നും ഇല്ലായിരുന്നു. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി കാണും, മലയാളം ആണെങ്കിൽ മലയാളം കാണും. ചാനലുകൾ ഇല്ലാത്ത ഒരു ചെറുപ്പായിരുന്നു എന്റെയൊക്കെ ചെറുതേട്ടാ. അപ്പൊ നിങ്ങള് ആ ഏജ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കണം അല്ലെ. ഇന്ന് നമുക്ക് അങ്ങനെ ആഡ് കാണേണ്ട ഇതില്ല, സ്കിപ്പ് ചെയ്യാം, ചാനലുകൾ മാറ്റാം. അതായത് ഈസിലി എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. പൊതുവെ നമുക്കുണ്ട് ഈ ടെൻഡൻസി കേട്ടോ, ആഗ്രഹിച്ച കാര്യം അപ്പൊ തന്നെ കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസി ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്. കാരണം നമ്മളും ഈ ഒരു ട്രെൻഡിന്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക.
എല്ലാം പെട്ടെന്ന് കാണാം, നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം കാണാം, നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. പണ്ട് കുറച്ച് മുന്നേ ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും കാണേണ്ടി വന്നിരുന്നു, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് പക്ഷെ ടിവിയിലേക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എല്ലാം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങള് ഇത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവുന്നാവും. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. നമ്മുടെ മൈൻഡിലുള്ള 3 കോമ്പണൻസ് ആണ്. ഇതിന്റെ ഒരു ഇത് കുഞ്ഞു മക്കൾക്ക് ഇതുണ്ടാവും. അപ്പൊ 3-4 വയസ്സായ കുട്ടികൾ ആഗ്രഹിച്ച കാര്യം അവർക്ക് അപ്പം നടക്കണം. കാരണം എന്താ, അവർക്ക് ഈഗോയോ സൂപ്പർ ഈഗോ ഒന്നും വർക്കായിട്ടില്ല. അവർക്ക് ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഇതാണ് ഇന്ന് പല വലിയ ആളുകളിലും വർക്ക് ചെയ്യുന്നത്. വലിയ കുട്ടികളിലൊക്കെ. കാരണം അപ്പൊ അവർക്ക് സാധിക്കണം. അത് ഈ പെർമിസീവ് പാരന്റിങ്ങിൽ ഒരു പങ്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഒരു ബെസ്റ്റ് വൺ എന്നൊന്നും പറയാനില്ല കേട്ടോ. കാരണം നമ്മുടെ കുട്ടികളൊക്കെ യുണീക്കാണ്. ഓരോന്നും ഓരോ കൾച്ചറിനനുസരിച്ച്. അവർക്ക് നമുക്ക് ഗൂഗിൾ ചെയ്താലോ പാരന്റിങ് സ്റ്റൈൽ നോക്കിയാലോ ഒന്നും വർക്കാവാത്ത മക്കൾ നമ്മുടെ അടുത്തുണ്ടാവും. ഇപ്പൊ എനിക്ക് എന്റെ മോന് ഇച്ചിരി ADHD LD ഉള്ള ആളാണ്. കാലങ്ങളായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്റെ ഒരു തെറാപ്പി അവനിൽ വർക്ക് ചെയ്യില്ല. കാരണം ഈ ക്ലാസ്സുകൾ കേൾക്കും, ഈ മെത്തേഡൊക്കെ അവനറിയും. നമ്മളൊക്കെ ഈ സോപ്പിംഗ് കൊണ്ടുപോയാൽ അതിലും വലിയ വർക്കൗട്ട് ആവും ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളെപ്പോഴും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ യുണീക്കാണ്. അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ പാരന്റ്സിന് കഴിയും കേട്ടോ. മക്കളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ കംപ്ലീറ്റ്ലി പെർമിസീവ് ആവാതെ ഇരിക്കും. അടുത്തൊരു പാരന്റിങ് എന്ന് പറയുന്നത്, നമ്മൾ പെർമിസീവ് പാരന്റിങ്ങിൽ പോസിറ്റീവാണ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിലും പലപ്പോഴും അവരുടെ ക്യാരക്ടർ വൈസിൽ അത് നെഗറ്റീവായി മാറും. അതുപോലെ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്തും അവർക്ക് അവർ എന്നുള്ള ഒരു തോട്ട് കൂടി വരും. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കണം. അവരങ്ങനെ പെർമിസീവായി വന്നത് കാരണം ഒരു ഗ്രൂപ്പ് കോഹസീവ്നെസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ അവർക്ക് കുറയും. ഇനി അടുത്തൊരു പാരന്റിങ് ആണ് നെഗ്ലക്ട്ഫുൾ പാരന്റിങ്. ഇതും നെഗറ്റീവ് ആട്ടോ. അതായത് കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്യാം. കുട്ടിയെ കുറിച്ച് അറിയുന്നില്ല, കുട്ടി എന്താ ചെയ്യുന്നത്, കുട്ടിയുടെ ഫ്രണ്ട്സ് ആരാ, കുട്ടി എത്രയിലാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ വിഷയങ്ങൾ എങ്ങനെ, കുട്ടിയുടെ അക്കാദമിക്സ് എങ്ങനെ, കുട്ടിയുടെ ലൈക്സ് എന്തൊക്കെയാണ്, ഡിസ്ലൈക്ക് എന്തൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു കുട്ടിയെ കുറിച്ച് ഒരു നെഗ്ലക്റ്റ് ആയിട്ട് ഒന്നും മൈൻഡ് ആക്കാത്ത ഒരു പാരന്റിങ്. ഇതും തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടാണ് റിസൾട്ട് വരിക. നമ്മൾ നിങ്ങൾക്ക് നമ്പ്യാർ സാറെ അറിയോ? ഇതിനുള്ളൊക്കെ കോണ്ടാക്ട് ക്ലാസ് എടുത്തിരുന്നത് നമ്മുടെ CN ബാലകൃഷ്ണൻ നമ്പ്യാർ സാറ്. സാർ എപ്പോഴും പറയും ഓവർ പാമ്പേർഡും ഓവർ നെഗ്ലക്ട്ഫുൾ ചൈൽഡും ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ. അതായത് നന്നായിട്ട് പെർമിസീവ് ചെയ്ത് പാമ്പർ ചെയ്ത് വരുന്ന കുട്ടികളും വീട്ടിൽ അവർ ഓക്കെ ആയിരിക്കും. ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ നന്നായിട്ട് നെഗ്ലക്ട് ചെയ്യുന്ന കുട്ടികൾ, ഈ 2 കുട്ടികളാണ് നമ്മൾ പൊതുവെ സൈക്കോപാത്ത്, സോഷ്യോപാത്ത് എന്നൊക്കെ പറഞ്ഞ ലെവലിലേക്ക് പോവാൻ സാധ്യത കൂടും, ഡേഞ്ചറസ് ആണ്. ഇനി അടുത്തൊരു പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. ഇതിന് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ ആരെ പറയാം? സ്ഫടികത്തിലെ ചാക്കോമാഷ എടുക്കും. ചാക്കോമാഷ പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. അതായത് കുട്ടിയുടെ ഇഷ്ടങ്ങളോ പാരന്റ് ഡ്രൈവൺ ആണ്. പാരന്റ് ആഗ്രഹിക്കുന്നത് കുട്ടിയായിരിക്കണം. കുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ടോന്നോ, ഇപ്പോ വാഴ എന്ന് പറഞ്ഞ മൂവിയിൽ പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ഒരു കോൺട്രവേഴ്സി ഡയലോഗ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോന്നോ? അതായത് ഞാൻ എന്റെ കുട്ടികൾക്ക് നന്നായിട്ട് ഫ്രീഡം കൊടുക്കും, കുട്ടികളുടെ ഓപ്ഷനാണ്, നിനക്ക് എന്താ ഇഷ്ടമുള്ളത് എടുത്തോ, ഒന്നല്ല എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അത്, 2 ഓപ്ഷനേ കൊടുക്കുള്ളൂ. എന്നിട്ട് പറയുന്ന ഡയലോഗ് ഇതാണ്, ഞാൻ കുട്ടികളുടെ ഇഷ്ടം നോക്കി ജീവിക്കുന്ന പാരന്റ് ആണ്. ആ വാഴ എന്ന് പറഞ്ഞ മൂവിയൊക്കെ നമുക്ക്, നിങ്ങൾ ട്രെയിനേഴ്സോ ട്രെയിനിങ്ങിനോ പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഇന്നത്തെ ജനറേഷന് ഇട്ട് കൊടുക്കാൻ പറ്റിയ ടോപ്പിക്കുകളാട്ടോ. ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണ് അതിൽ പല കാര്യങ്ങളും പറയുന്നത്. ബാക്കിലേക്ക് വരിക. അപ്പൊ എന്തായാലും അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ചാക്കോമാഷ പോലെ കുട്ടികളുടെ ഇഷ്ടങ്ങളോ ഒന്നും അറിയാതെ പാരന്റ് ആഗ്രഹിച്ചത് കുട്ടിയാവണം. അപ്പൊ കുട്ടിക്ക് ഒരുപാട് സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്കില്ലൊക്കെ അവിടെ വെച്ച് ഇപ്പൊ നീ പഠിച്ചോളാം, നീ പഠിക്കേണ്ട ടൈമാണ് ഇത്. അതിനങ്ങനെ കമ്പൽ ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ വെച്ചാല് ഒന്നിൽ റെബലാവും, ഭയങ്കരമായിട്ട് പാരന്റിനോട് എതിരാവും, അല്ലെങ്കിൽ വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിക്കും കുട്ടിക്ക്. അതായത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ള ഒരു ഫീലിങ്സിലെത്തും. അതല്ലെങ്കിൽ നന്നായിട്ട് പാരന്റ്സിനെ എതിർത്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന അതും റിസൾട്ട് നെഗറ്റീവാണ്. പിന്നെ അടുത്തതാണ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാല് ഒരു ചൈൽഡ് പാരന്റ് ഡ്രൈവൺ ആണ്. അതായത് ചൈൽഡിന് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പാരന്റ് തന്നെയാണ് മേജർ ആയിട്ട് ഇരിക്കുക. നമ്മൾ ഇപ്പൊ ഇതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം,
കുട്ടിയെ ഒരു പട്ടായിട്ട് കാണുകയാണെങ്കിൽ ആ പട്ടത്തെ മാക്സിമം പറക്കാൻ അനുവദിക്കേണ്ടത്, പക്ഷെ ആ ചരടിന്റെ കൺട്രോള് പാരന്റിന്റെ കയ്യിലായിരിക്കും എന്ന് പറയുന്ന പോലെ. കുട്ടിക്ക് ഒപ്പീനിയനുള്ള അവസരമുണ്ട്, കുട്ടിക്ക് കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട്, പക്ഷെ അതിൽ പാരന്റും ഇടപെടും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു പാരന്റിങ് അല്ലെങ്കിൽ ഓപ്പൺ പാരന്റിങ് ആണ് ഓതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി അതാണ് ബെസ്റ്റ്. ഏറ്റവും ഐഡിയൽ വൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി അതാണ് ബെസ്റ്റ്. പിന്നെ നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കുമ്പോൾ പാരന്റിങ് സ്റ്റൈലിന് വളരെയധികം പ്രാധാന്യം, ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റിങ് ഒക്കെ പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനും കാരണമാവാറുണ്ട്. ഈ നാർസിസം അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ആ പേഴ്സണാലിറ്റിക്കൊക്കെ പാരന്റിങ് ആണ് ഒരു 75% പാരന്റിങ് സ്റ്റൈലാണ് കാരണമാവുന്നത്. ഇനി അടുത്തത് ഏർലി ട്രോമാറ്റിക് ഇവന്റ്. പാരന്റിങ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? ഇല്ലമ്മ. അതോറിറ്റേറിയനും മാം അതോറിറ്റേറ്റീവ് ഒന്ന് പറയുമോ? അതോറിറ്റേറ്റീവ് പറഞ്ഞാൽ പാരന്റ് അതോറിറ്റേറ്റീവ് പാരന്റിങ് അല്ലേ ഡ്രൈവൺ. പോസിറ്റീവ്? ശരിക്കും ഓതോറിറ്റോറിയൻ അല്ലേ നെഗറ്റീവ്? അങ്ങനെ എന്തോ ആണോ? ക്ലിയർ ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞ പേര് റഷീദ് മാഷ പറഞ്ഞ, ഞാനൊന്ന് ക്ലിയർ ചെയ്യും. ഞാനിപ്പോ പറഞ്ഞ അതോറിറ്റേറിയൻ പോസിറ്റീവും അതോറിറ്റേറ്റീവ് നെഗറ്റീവ് ആയിട്ടല്ലേ? ആ അതെ അതെ, അങ്ങനെയല്ല ഞാൻ മുമ്പ് കേട്ടെ. എനിക്ക് ഒരു ഉറപ്പില്ലേ. മിനിറ്റ്, ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്യാം. റിച്ചു, മിച്ചിയുടെ ഫോൺ എന്താ? എനിക്ക് ആ രണ്ട് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാ നേരത്തെ ഞാൻ രാജശ്രീ മാം പറഞ്ഞപ്പോ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതോറിറ്റേറിയൻ നെഗറ്റീവ് ആണ് ഞാൻ പോസിറ്റീവ് ആണ് പറഞ്ഞത് അല്ലെ? അല്ല, ആദ്യം നെഗറ്റീവ് ആണ്. അതോറിറ്റേറിയൻ പാരന്റ് ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണം എന്നുള്ള ഒരു ഇതല്ലേ? മാം അതോറിറ്റേറ്റീവ് എന്നാണ് അതിന് പറഞ്ഞത്. അതോറിറ്റേറ്റീവ് പാരന്റ് ഡിസൈഡ് വാട്ട് കിഡ്സ് വിൽ ഡു എന്നാണ് മാം പറഞ്ഞത്. അതോറിറ്റേറ്റീവ് എന്നാ മാറിപ്പോയിട്ടുണ്ട്. ഒന്ന് അൺലേൺ ചെയ്യാ. സോറി, വെരി എക്സ്ട്രീംലി സോറി. താങ്ക് യു റഷീദ് മാഷെ. അതോറിറ്റേറിയൻ ആണ് നെഗറ്റീവ് പാരന്റിങ്, അതായത് പാരന്റ് ഡ്രൈവൺ ആണ് അതോറിറ്റേറിയൻ. അതോറിറ്റേറ്റീവ് ആണ് പോസിറ്റീവ് കേട്ടാ. ഓ അപ്പം Clear. കുട്ടിയുടെ ഇഷ്ടങ്ങൾ നോക്കാതെ എന്നാ പേരന്റിങ്ങിന്റെ ആഗ്രഹിച്ച തരത്തില് കുട്ടിയാകണം എന്നാണ് മാം അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? അത് നേരെ തിരിക്കണേ. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്തുതരാം. പെർമിസീവ് ആവുമ്പോ എപ്പോഴും അവിടെ ചൈൽഡ് ഡ്രൈവൺ ആണ്. ചൈൽഡ് ആഗ്രഹിക്കുന്നത് മാത്രമേ അവിടെ നടക്കുള്ളൂ. എല്ലാത്തിനും പെർമിഷൻ കൊടുത്തുകൊണ്ട്. നെഗ്ലക്ട്ഫുൾ ആണെങ്കിൽ അൺഇൻവോൾവ് ചെയ്തിട്ട്, ആബ്സെന്റ് പാരന്റിങ്, ഒന്നിലും ശ്രദ്ധയില്ലാതെ. ഇനി അതോറിറ്റേറിയൻ ആണെങ്കിൽ അത് പാരന്റ് ഡ്രൈവൺ ആണ്. അതിനാണ് നമ്മൾ നേരത്തെ ഞാൻ തിരിഞ്ഞു പോയതാണ്, ചാക്കോമാഷി എന്ന് പറഞ്ഞ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നത്. അതോറിറ്റേറിയൻ പാരന്റ് ഡ്രൈവർ ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് റൂളിംഗ് ആയിരിക്കും. അതുപോലെ കുട്ടിയുടെ സോഷ്യൽ ഇമോഷണൽ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുക, അവരുടെ കൺസേൺ അല്ല. പാരന്റ് ആണ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അതോറിറ്റേറിയൻ. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് പാരന്റിങ് ആണ്. അതായത് കുട്ടിയും പാരന്റും കൂടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറിയും റൂൾസും ഒക്കെ അതിലുണ്ട്, അല്ലാതെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നില്ല. എന്നാൽ അതിനൊക്കെ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മാറ്റി എഴുതിയല്ലോ, തെറ്റ് പഠിച്ചു വെക്കരുത്. സോറി. യെസ് മാം. ഞാൻ നിങ്ങൾക്ക് നോക്കുന്നതിന് മുമ്പ് ഒന്ന് ഫോൺ നോക്കിയിരുന്നു, പിന്നെ മാറിപ്പോയതാണ്. അതാ പറഞ്ഞൊക്കെ ആദ്യം പറഞ്ഞു, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ തെറ്റി പറഞ്ഞു അല്ലെ? നാലാമത്തെ ആ അതേ കുഴപ്പമുള്ളൂ. ഇനി അടുത്ത ഒരു കോസൈറ്റീവ് ഫാക്ടർ പറയാൻ പറ്റുന്നത് ഫോബിയക്ക് കാരണം ഏർലി ട്രോമാറ്റിക് ഇവന്റ്. ഇപ്പൊ നമുക്ക് രാജശ്രീ മാം പറഞ്ഞ ഒരു കാര്യം എടുക്കാം. കാരണം കുറച്ചു മുമ്പ് അവർക്കൊരു എക്സ്പീരിയൻസ് ചെയ്തു. ഒരു ഡോഗ് ഇങ്ങനെ അവരെ കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ അവർ വീണതും. അതാണ് സ്റ്റിൽ അവർക്കുള്ള പേടിയുടെ കാരണം. ഇതുപോലെയുള്ള ട്രോമാറ്റിക് ഇവന്റുകളായിരിക്കാം പലർക്കും. നമ്മൾ ഇതിന് മുന്നത്തെ 2 ബാച്ച് മുമ്പ് ഒരു ഇന്റേൺഷിപ്പ് എടുത്തപ്പോൾ ഇതുപോലെ ഫോബിയ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ് പറഞ്ഞോ? അത് ഇല്ലല്ലോ.
കണ്ണൂരല്ലേ ഒരു പ്രത്യേക തെയ്യോ എന്തോ ഒരു കൂത്തോ നല്ല രൂപം വലിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് കുട്ടികളൊക്കെ വെറുതെ ചുമ്മാ പേടിപ്പിച്ചിട്ടൊക്കെ ഉള്ള എന്തോ ഒരു കലാരൂപം പറയുമല്ലോ അത്. കണ്ണൂർ ഭാഗത്താണ്, കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള തെയ്യാണോ അത്? അത് തെയ്യമാണ് മാം. തെയ്യമുണ്ട് മാം അങ്ങനെയുള്ള. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞ ബാച്ചല്ല, അതിന്റെ മുന്നത്തെ ബാച്ചിൽ 39 ഏജ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി കുഞ്ഞിലെ മുത്തശ്ശന്റെ കൂടെ ഈ ഒരു എന്താ അതിന് പറയാ, വേല, അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഇതിന് പോയപ്പോ ആദ്യമായിട്ടാണ് ഈ തെയ്യം എന്ന് പറഞ്ഞ കലാരൂപം കാണുന്നത്. വളരെ കുഞ്ഞാണ് കേട്ടോ. പക്ഷെ ആ തെയ്യം കലാരൂപം ഭയങ്കരമായിട്ട് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് പേടിച്ച്. പക്ഷെ ആ പേടിച്ച സമയത്ത് കുട്ടി നോക്കിയത്, അല്ലെങ്കിൽ ഈ ലേഡി നോക്കിയത്, ഈ ലേഡിയുടെ അടുത്ത് ഈ അമ്പലങ്ങളിലും താലപ്പൊലിക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പ്ലാസ്റ്റിക് പാവ, വളരെ വില കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ഉറമുടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള, ഇന്നത്തെ ബാർബിന്റെ നല്ല വേർഷൻ ഒന്നും അല്ലാതെ നോർമൽ പാവകളുണ്ടല്ലോ, ഈ പാവയിലേക്കാണ് ഇയാളെ ഗ്ലേസ് ഒരൊറ്റ നോട്ടം പോയത്. അതിപ്പോ ഇയാള് ഇതാക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇയാൾക്ക് ഇപ്പൊ എന്താ പേടിയെന്നറിയാം. തെയ്യത്തിന് ഇയാൾക്ക് ഇപ്പൊ പേടിയില്ല. തെയ്യം അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന കലാരൂപമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന അതൊരു കലാരൂപമാണെന്നൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. സ്റ്റിൽ 39 ഇയേഴ്സ് ആയിട്ടും ഇയാൾക്ക് ഈ ഡോളിനെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. ഈ ഡോളുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇങ്ങനെ താലപ്പൊലിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കടകളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോഴേക്ക് ആൾക്ക് ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും, സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, പേടി വരും. അന്ന് പണ്ട് എന്താണോ അനുഭവിച്ചത് അതേ പേടി ആൾക്ക് ട്രിഗർ ചെയ്യും. ഇതെന്താന്ന് വെച്ചാൽ ആളുടെ ട്രോമാറ്റിക് ഇവന്റ്, ഏർലി ട്രോമാറ്റിക് ഇവന്റ് നെഗറ്റീവ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പാവയായിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ആ പേടിയുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അവരെ ബ്രെയിന് അസോസിയേറ്റ് ചെയ്തത് ഈ പാവയിലേക്കാണ്. അതുകൊണ്ട് സ്റ്റിൽ ഇപ്പോഴും ആ പാവയെ ആൾക്ക് പേടിയാണ്. അറിയാം ആ പാവ ഒന്നും ചെയ്തിട്ടില്ല, തെയ്യം കണ്ടിട്ടാ പേടിച്ചത് എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ആ പാവയെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ആ പാവയുള്ള കടയുടെ അടുത്തൊന്നും പോകാൻ ഇയാൾക്ക് പറ്റത്തില്ല. ഇത് തന്നെയാണ് പലപ്പോഴും പല അബ്യൂസ് ഒക്കെ നടന്ന ആളുകൾക്കും സംഭവിക്കുന്നത്. അബ്യൂസ് എന്ന് പറയുന്നത് എന്നും എല്ലാവർക്കും ട്രോമയാണ് അല്ലെ? ഈ അബ്യൂസ് നടക്കുമ്പോൾ ഇതൊരു റിയൽ കേസ് ഉണ്ട്. നമ്മള് കേസ് എനിക്ക് ഓർക്കുന്നില്ല, യൂട്യൂബിൽ നമ്മള് കവർ സ്റ്റോറി ഒക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുള്ള കേട്ടു മറന്ന ഒരു സ്റ്റോറിയാണ്. എന്തായാലും ആ പേടി എന്താന്ന് വെച്ചാല് ഈ പെൺകുട്ടി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കേട്ട്. ഓക്കെ, ഇയാൾ എത്രയോ വലുതായി അബ്യൂസ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ പണിഷ് ചെയ്തോ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു ട്രാക്കിലുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവരെ ട്രിഗർ ചെയ്യുകയും ചെയ്യും. ഇവർക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് പാൽപിറ്റേഷൻ വരും, ബ്രീത്തിങ്ങിൽ ഇഷ്യൂ വരും, ടെൻഷൻ ആവും, നിൽക്കുന്ന സമയത്ത് വീഴാൻ പോകാൻ തോന്നും, ഇരിക്കേണ്ടി വരും, ഇരിക്കുകയാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും, ഒരു സപ്പോർട്ട് വേണ്ടി വരും. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നെഗറ്റീവ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുക. ആ ട്രോമയെ ആ സമയത്ത് ആ മ്യൂസിക്കിലേക്ക് ബ്രെയിനിനെ അസോസിയേറ്റ് ചെയ്തു പോകും. ഇങ്ങനെയാണ് കേട്ടോ പല പേടികളും ഉണ്ടാവുന്നത്. ഇത് പണ്ട് കാലത്തെ ഈ ഫോബിയയുടെ സ്റ്റാർട്ടിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ യുദ്ധം കഴിഞ്ഞ ആളുകളില്ലേ, യുദ്ധം കഴിഞ്ഞ് യുദ്ധ സമയത്ത് ഈ ഫോബിയ എങ്ങനെയാണ്, ഞാൻ നേരത്തെ ഇതിനു മുന്നേ നിങ്ങളോട് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞല്ലോ അല്ലെ, അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചു പോകുന്നത്. ഒരു കണ്ടീഷനിങ് ആണ് ചെയ്തു പോയത്. അതായത് അന്നത്തെ ആ ഒരു സംഭവം ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു പാട്ടുമായിട്ട് നെഗറ്റീവ്ലി അസോസിയേറ്റ് ചെയ്തു പോയിരിക്കുകയാണ്. അത് നെഗറ്റീവ്ലി അസോസിയേറ്റ് ചെയ്തതാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ കുറെ ടൈം എടുക്കും. ഈ മിലിറ്ററിയില് റഷ്യയിലാ തോന്നുന്നുണ്ട്, യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന്റെ ഇതൊക്കെ കെടുതികളൊക്കെ കഴിഞ്ഞ് കാലം എന്തൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫോബിയയുടെ റിസർച്ചിലും ആർട്ടിക്കിളിലൊക്കെ പലപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. ഇയാൾക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് കുറെ കൗൺസിലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഡോക്ടറെ സപ്പോർട്ടോട് കൂടിയൊക്കെ നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണ് ഇയാള്. പക്ഷെ എപ്പോഴൊക്കെയാണോ ഇയാൾ കുളിക്കാൻ പോകുന്നത്, ആ കുളിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും ഇത്രയും കാര്യങ്ങൾ അയാളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും, ആ ഫീലിങ്സ് വരും, അയാൾക്ക് ആ ഒരു സമയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നീട് മനസ്സിലായത് എന്താന്ന് വെച്ചാല് അയാൾ എന്താണ് ഒരു
ഉം. അപ്പോ അയാൾക്ക് എന്താണ് അവിടെ പേടിയെന്ന് വെച്ചാൽ എന്തായിരുന്നു എന്ന്, അയാൾ എന്താണ് ട്രിഗർ ചെയ്തിരുന്നതെന്ന് വെച്ചാല് അന്ന് ആ യുദ്ധ സമയത്ത് യൂസ് ചെയ്തിരുന്ന അതേ സ്മെല്ലുള്ള സോപ്പായിരുന്നു ഇവിടെ അയാൾ യൂസ് ചെയ്തിരുന്നത്. ഇതൊരു സ്റ്റഡീസ്, ഫോബിയയുടെ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ എത്രത്തോളം കണക്റ്റഡ് ആവുന്നുണ്ട്, അതായത് അന്നത്തെ ആ ഇമോഷൻസും കാര്യങ്ങളും യുദ്ധം കഴിഞ്ഞു വരിക അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ആ സ്മെല്ല് കിട്ടിയിരുന്ന ആ സോപ്പിന്റെ അതേ സ്മെല്ലാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് അയാൾ അതിന്ന് സർവൈവ് ചെയ്തൊക്കെ മാറിക്കഴിഞ്ഞിട്ടും ആ സ്മെല്ല് അയാളെ ട്രിഗർ ചെയ്യിപ്പിക്കും. കാരണം ബ്രെയിൻ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഫോബിയകളൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഏർലി ട്രോമാറ്റിക് ഇവന്റ് പലതും ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ റഷീദ് മാഷെ? ചെയ്യാം. അത് അത് ഭയങ്കര തമാശയൊക്കെ ഉള്ള സംഗതിയാ. പക്ഷെ ഞാനത് മാറ്റിയെടുത്തു കേട്ടോ. ഞാൻ സ്വയം തന്നെ അങ്ങ് മാറ്റിയെടുത്തതാ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ചുരുക്കി പറയുകയാണെങ്കിൽ അറൗണ്ട് എനിക്കൊരു 14 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഒരാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായി. പക്ഷെ എനിക്ക് പിന്നീട് അത് ആ അനുഭവം ഉണ്ടായ ആള് വളരെ ലീനും നീണ്ടിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അന്ന് രാത്രി ആ സമയം മുതൽ ഞാൻ കുറെ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണും. ആ സ്വപ്നത്തില് വരുന്ന ആള് പിന്നെ തടിച്ച മൂക്ക്, ചുരുണ്ട മുടി, വട്ടമുഖമുള്ള ആളാ. ആ ഡ്രീംസ് ഇങ്ങനെ പല സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, പല സമയങ്ങളിലും. കുറെ കഴിഞ്ഞപ്പോ അറൗണ്ട് ഞാൻ 10ാം ക്ലാസ് ഒക്കെ പരീക്ഷ എഴുതുന്ന ആ ഒരു സമയമൊക്കെ ആവുമ്പോ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ ഒക്കെ ആളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ ഒരു ചെവി ചൊറിയും, എനിക്ക് വെറുതെ ദേഷ്യം കയറി വരും. ഇങ്ങനെ അത് അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ വന്ന ആ ഫിഗറിനോടാണ് എനിക്ക് ദേഷ്യം. പക്ഷെ എനിക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടായ ആൾ ഈ കൊലത്തുള്ളതൊന്നും അല്ല. പക്ഷെ അതിന്റെ ശേഷമാണ് ഇങ്ങനത്തെ സാധനം വന്നത്. അത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനത്തെ ബസ്സിൽ നിന്ന് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, പിന്നെ വെറുതെ കലിപ്പ് കയറി വരും. ഇപ്പൊ ഒരു പാർക്കിൽ അങ്ങനത്തെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെയൊക്കെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് കുറച്ചു കാലം പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോ ഒരു കുട്ടിയുടെ പാരന്റ് ഏറെക്കുറെ ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള ആളാണ്. ഇയാളെന്റെ മുന്നിൽ വരുമ്പോ എനിക്ക് കലിപ്പ് കയറാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അങ്ങ് ഓവറായി. അയാളും ആകെ ഷോക്ക്ഡായി. ഞാൻ എന്തിനാണ് ഈ ഷൗട്ട് ചെയ്യുന്നത്, അയാൾക്കും അറിയില്ല എനിക്കും അറിയില്ല, ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ തിരക്കില്ലാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് ആൾക്കാരെ കൊണ്ട് തല്ലിട്ടാൻ പോകുന്ന ഒരു പ്രശ്നമായി മാറുന്നുണ്ടെന്ന് തോന്നിയപ്പോ അടി വാങ്ങേണ്ട പണിയാണ് മനസ്സിലായത്. എന്തായാലും കിട്ടും. മുമ്പേ എനിക്ക് കിട്ടേണ്ടിയ പല സ്ഥലത്തുനിന്നും. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു പോരുന്നത് എങ്ങനെയെങ്കിലൊക്കെ. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്നറിയോ, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കാണുന്ന ആൾക്കാരെ പോയിട്ട് വേഗം അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. നേരിട്ട് പോയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കും. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. എന്തെങ്കിലും നിങ്ങളെ ഇന്ന ആളാ വെറുതെ അങ്ങ് ചോദിക്കും, ഇന്ന ആളാണ്. അപ്പൊ ആളല്ലാന്നൊക്കെ പറയും. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് കൈ കൊടുത്തും ഹാൻഡ് ഷേക്ക് കൊടുത്തും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും മുഖത്ത് നോക്കിയിട്ടും ഒക്കെ സംസാരിച്ച് ലാസ്റ്റ് 1 year ഞാനിപ്പോ കംഫർട്ടബിളാ. അപ്പോ വലിയൊരു വിഷയമില്ലാതെ സ്വയം ചെയ്ത തെറാപ്പിനെയാണ് നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയാം. നിങ്ങളെ അങ്ങനെ എന്തായാലും ഇപ്പൊ ആളുകളെ എനിക്ക് കണ്ടാൽ ഭയങ്കര നേരിട്ട് എക്സ്പോസ് സമാധാനമാണ്. ചെയ്ത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഫിയർ ഉള്ളതിനേക്കാൾ നിങ്ങളുടെ ചിന്തകളെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു ഞാൻ സ്വന്തമായിട്ട് ആക്ഷൻ. പണ്ട് യൂട്യൂബിൽ വീഡിയോ എനിക്കൊണ്ട് 2014 കണ്ടപ്പോ ഞാൻ സ്വയം ഇങ്ങനെ അതിൽ പറഞ്ഞ കുറെ ചെയ്തു നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് അതിനോടൊന്നും സാധനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു NLP ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വിഷ് തെറാപ്പി. മുഹമ്മദ് സാർ എടുക്കുന്ന ചെയ്ത് അല്ല ഞാന് വി മുഹമ്മദ് പറഞ്ഞ ഒരാൾ. അതെ, ഹമീദ് മുഹമ്മദ് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത്. അവരെടുത്തൊക്കെ ചെയ്തു നോക്കി. പക്ഷെ എനിക്കത് കൂടുക ചെയ്തത്. അന്ന് ചെയ്ത ആ ദിവസം വൈകുന്നേരം തന്നെ കോഴിക്കോട് വെച്ച് ഞാൻ ഒരാളായിട്ട് അടിയൊക്കെ ഉണ്ടായി. ഇതേ വെറുതെ പോയിട്ട് അറിയില്ല അത് എന്തിനാ ഞാൻ ചീത്ത കേൾക്കുന്ന പ്രശ്നം ഉണ്ടാവണേ. അതറിയില്ല. എനിക്കും സങ്കടാവും കുറെ കഴിഞ്ഞാ. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ. ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഞാനൊരു ഫിലിമിന് പോയപ്പോ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഇതേ ഫീച്ചർ. എനിക്ക് പിന്നെ ഫിലിമിലൊന്നും ശ്രദ്ധിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അയാളോട് എന്തെങ്കിലും രണ്ടു വാക്ക് എനിക്ക് പറയണം. എന്നാലേ ഒരു സമാധാനം ഉള്ളൂ അല്ലേ? പൊതുവേ ഞാൻ ഭയങ്കര സൗമ്യനാ, അങ്ങനെ ഒരു കാമൻ കോയറ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു സാഹചര്യം എനിക്ക് ഭയങ്കര എന്റെ വ്യക്തിത്വത്തെ ഒരുപാട് തന്നെ ബുദ്ധിമുട്ടായി. റിയൽ എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ്ലി അസോസിയേറ്റ് ചെയ്തു പോയത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ടീച്ചറും ഇല്ലാത്തൊരു വ്യക്തിയാണ് അന്ന് രാത്രി മുതൽ നിങ്ങൾ കണ്ടത്. കാരണം ബ്രെയിന് പേഴ്സൺ അതാണ്. അതാണ് എനിക്ക് ഒരു എത്തും പിടി ഒന്നും കിട്ടാത്തത്. അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകാറുണ്ട്. ഇപ്പൊ എനിക്കൊരു കേസ് വന്നിരുന്നു. ഒരു കുട്ടിക്ക് പലപ്പോഴും ഒരു പ്രശ്നവുമില്ല, പണ്ടെങ്ങാനോ ഇതുപോലെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോഴേ ആൾക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും, ഭർത്താവിനോട് ദേഷ്യപ്പെടും. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ ഇഷ്യൂ. പക്ഷെ ആ കുട്ടിക്ക് എന്താന്ന് ആരോടും പറയാൻ പറ്റുന്നില്ല, വീട്ടുകാരോട് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് അബ്യൂസിന് ഒരു വിക്ടിം ആയിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത്ര വലിയ ബുദ്ധിമുട്ട്, വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വീടിന് എവിടുന്നോ ഒന്ന് പിടിക്കുക, അപ്പോഴേക്ക് ആള് കൊതറി ഓടുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പൊ സ്മെല്ല് ചെയ്ത പെർഫ്യൂമിന്റെ സ്മെല്ല് ഇടക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ട്രിഗർ ചെയ്ത് ഭർത്താവിനോട് ദേഷ്യം വരുന്നത്. പക്ഷെ ഈ ഭർത്താവ് ഇതൊന്നും അറിയത്തില്ല. അത് കൗൺസിൽ ചെയ്യാതെ പിന്നെ ഈ കുട്ടിക്ക് ആരോടും പറയാനും പറ്റില്ല. ആ വിഷയം ഒരിക്കലും ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടില്ല, വീട്ടുകാരോടും ഇന്നേ വരെ പറയാത്ത കാര്യമാണ്. പൊതുവെ നമ്മൾ വെന്റിലേറ്റ് ചെയ്യാതെ ഉള്ളിൽ വെച്ച കാര്യം നമ്മുടെ വിചാരം അത് അവിടെ കിടക്കുന്നതാണ് കേട്ടോ. അതവിടെ കിടക്കത്തില്ല, അത് നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് വരും. ഇവൻ എന്തെന്നോ ഇപ്പൊ റഷീദ് മാഷ് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വൃത്തിക്ക് ഒരു മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ ഒരു മറുപടി പറയണം എന്ന് ആഗ്രഹമുള്ള സമയത്ത് ചില എന്താ പറയുക മാനേഴ്സ് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു എന്ന് കരുതിക്കോളൂ, അതുപോലും നമുക്ക് ചില നെഗറ്റീവ് സമയത്ത് ഹോണ്ട് ചെയ്ത് ട്രിഗർ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയേണ്ട സമയത്ത് നമ്മൾ എങ്ങനെ വെച്ചാൽ ഭയങ്കര അസേർട്ടീവായി പറയരുത്, പക്ഷെ ഇങ്ങനെ ഷുഗറി കോട്ടിങ് എന്ന് പറയില്ലേ, ഷുഗറി വേർഡ്സ് വെച്ച് സംസാരിക്കാൻ നമ്മൾ പഠിക്കാം. എപ്പോഴും നമ്മള് കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് നിങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആളോട് പറയണം. പക്ഷെ പറയുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യാതെ പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. നല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ പണ്ട് എന്തോ ഒരു കഥയുണ്ട്, ബീർബലിന്റെ അക്ബറിന്റെ ഒക്കെ. അക്ബറിനോട് ആരൊക്കെയോ കൈ നോക്കിയിട്ട് പറയും, നിങ്ങൾ ആദ്യം മരിക്കും, എന്താ പറയാ, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ മരിക്കും, അങ്ങനെ എന്താ കഥ എനിക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ മരിക്കും, മറ്റുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു, അങ്ങനെ എന്തോന്ന് പറഞ്ഞപ്പോ അയാളെ ജയിലിലടക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് കൈ നോക്കിയിട്ട് അതുപോലെ പറഞ്ഞു. പിന്നെ വേറൊരാള് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളെക്കാൾ ആയുസ് മറ്റുള്ളവർക്ക് ഉണ്ട്. പറഞ്ഞത് എന്താ, ഒന്ന് തന്നെയാണ്, പക്ഷെ അവിടെ മരണം പറഞ്ഞില്ല എന്നുള്ളൂ. അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു വേ ഓഫ് നമ്മുടെ ടോണും ലാംഗ്വേജും ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പറയേണ്ടത് പറയണം, പക്ഷെ നല്ല രീതിയിൽ പറയണം. അപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഈ ട്രോമാറ്റിക് ഇവന്റിനെ കുറിച്ചൊക്കെ ഇപ്പൊ റഷീദ് മാഷ് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായില്ലേ പല ഫോബിയകളും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഇവിടെ SAD എന്ന് പറയുന്നത് ഒബ്സർവിങ് അതേഴ്സ് വിത്ത് SAD എന്ന് പറയുന്നത് എന്താണോ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നാട്ടോ ഇവിടെ SAD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില ആളുകൾക്ക്, ഇപ്പൊ ഒരു പാരന്റിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് സോഷ്യൽ ഫോബിയ ഉണ്ട്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അത് കാണുന്നതിലൂടെ ആ ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ് ഫാക്ടർ എപ്പോഴും ഒരു സിംഗിൾ ആയിരിക്കില്ല കേട്ടോ, ഇതൊക്കെ ആയിരിക്കാം. എപ്പോഴും മെന്റൽ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയില്ലെന്ന് പറയും ദ എക്സാക്ട് റീസൺ ഈസ് അൺനോൺ എന്നാ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മെന്റൽ ഡിസോർഡേഴ്സിന് കറക്റ്റ് റീസൺ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല, ഇതെല്ലാം കൂടെ ഒരു കാരണമായിരിക്കാം. അപ്പൊ എപ്പോഴും എക്സാക്ട് റീസൺ ഈസ് അൺനോൺ എന്ന് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ജനറ്റിക്സ്, പാരമ്പര്യമായിട്ട് നമുക്ക് കുറെ ആങ്ഷ്യസും പേടികളൊക്കെ ഉണ്ടെങ്കിൽ ആങ്സൈറ്റിയും പേടിയുള്ള സ്വഭാവം, ഫോബിയ അതുപോലെയും വരൂല, പക്ഷെ നമ്മുടെ ഒരു ക്യാരക്ടറിൽ ഇച്ചിരി പേടിയും ധൈര്യക്കുറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഐസൊലേറ്റഡ് അപ്ബ്രിങ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതായത് സോഷ്യൽ കോണ്ടാക്ട് ഒന്നുമില്ല, വളരെ ഒറ്റയ്ക്ക് ഒന്നിനോടും ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒറ്റയ്ക്കൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വളർന്നു വന്ന ആളുകളിലും ഫോബിയ പോലുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ ബ്രെയിൻ സ്ട്രക്ചർ പറയാൻ കാരണം നമുക്ക് പല കാര്യങ്ങളെയും ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കുണ്ട്, ഹൈപ്പോതലാമസ് അല്ലെ. നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ഏതാണ്, ഹൈപ്പോതലാമസ്. ഒരുപാട് ട്രോമാറ്റിക് ഇവന്റുകളും സ്ട്രഗിളിങ്ങും ഒക്കെ അനുഭവിച്ച ഒരാളുടെ ഇമോഷണൽ ബ്രെയിൻ എപ്പോഴും ഷ്രിങ്ക് ചെയ്യുന്ന പറയാം. അതങ്ങോട്ട് കുറച്ച് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, അതായത് അത്ര വോളി ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് പല ഇമോഷനും, പേടിയായാലും സന്തോഷമായാലും കാര്യങ്ങളൊന്നും
കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂല, അത് എക്സസീവ് ആയി മാറാൻ സാധ്യതയാണ്. ഇനി സോഷ്യൽ ഓവർ റിയാക്ഷൻസ്, അതായത് സൊസൈറ്റിയുടെ ഓവർ റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി എന്താ ട്രീറ്റ്മെന്റ് അല്ലെ, അടുത്തൊരു ഓപ്ഷൻ ആണ്. എന്താ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഫസ്റ്റ് ഫോബിയയുടെ തെറാപ്പിക്ക് നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. എക്സ്പോഷർ തെറാപ്പി എന്നാ പറയാ. അതിലെ പണ്ട് കാലം മുതൽ നമുക്ക് പരിചയമുള്ള ഒരു തെറാപ്പിയാണ് എക്സ്പോഷർ തെറാപ്പി തന്നെ. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണേ, അത് ഞാൻ ഈ സ്ലൈഡിൽ ഇട്ടിട്ടില്ല. എക്സ്പോഷർ തെറാപ്പീന്റെ അണ്ടറിൽ പറഞ്ഞോട്ടെ, ഞാൻ നോട്ട് ചെയ്യൂലേ നിങ്ങള്. ഫ്ലഡിങ് എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട്, FLOODING. അടുത്തൊരു തെറാപ്പി എക്സ്പോഷർ തെറാപ്പീന്റെ അണ്ടറിൽ തന്നെ വരുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആട്ടോ. നമ്മുടെ സെൻസേഷനെ ഡീസെൻസിറ്റൈസ് ചെയ്യും, കുറച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നോട്ട് ചെയ്തോ നിങ്ങള്? സ്പെല്ലിങ് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട്. ഓക്കെ, ഇനി ഫ്ലഡിങ് എന്താന്ന് പറഞ്ഞുതരാം. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ സഡൻ എക്സ്പോഷർ ഓഫ് ഫിയറിംഗ് ഒബ്ജക്റ്റ്. എന്തിനോടാണോ പേടി അതിനോടൊരു സഡൻ എക്സ്പോഷർ കിട്ടുക. ഇപ്പൊ ഇതാണ് പണ്ട് കാലത്തെ കാരണവന്മാരൊക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നാവോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഒരു സിസ്റ്റം, ഇപ്പോ കുറഞ്ഞുകൂടെ അന്തം വെച്ചത് കാരണം. വെള്ളത്തിന് പേടിയുള്ള, നീന്താൻ അറിയാത്ത കുട്ടികളൊക്കെ പെട്ടെന്നൊരു തള്ളലാ വെള്ളത്തിലേക്ക്. കുട്ടിപ്പടഞ്ഞ് നീന്തട്ടെ എന്നാണ് കാരണവന്മാര് പറയുന്നത് അല്ലെ. ചിലപ്പോ അത് സംഭവിക്കും കേട്ടോ. അതിന് രണ്ട് സാധ്യതകളുണ്ട് വരാന്. ഒന്നേൽ ആ കുട്ടി നിവർത്തിയില്ലെങ്കിൽ നീന്തും, നിവർത്തിയില്ലാതെ കുട്ടി പടഞ്ഞ് ഒരു ഇച്ചിരിയെങ്കിലും നീന്താൻ പഠിക്കും. അല്ലെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പാനിക്കായിട്ട് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും, പേടി കൂടും. ഇതിന് കൂടുതൽ സെക്കൻഡ് സാധ്യതയായതുകൊണ്ട് ഫ്ലഡിങ് സൈക്കോളജിയിൽ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഒരു സഡൻ എക്സ്പോഷർ നമ്മൾ കൊടുക്കണമെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഫ്ലഡിങ് കൊടുക്കണമെങ്കിൽ ഇപ്പോ എന്റെ അടുത്ത് ഒരു ക്ലയന്റ് വരികയാണ്, ലിഫ്റ്റിനോടാണ് പേടി. ഞാൻ ആ ക്ലയന്റിനോട് ഇങ്ങനെ OP-ന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്റെ OP-ന്ന് ഇറങ്ങിയിട്ട് ക്ലയന്റുമായിട്ട് പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി. പ്രത്യേകിച്ച് ഒരു വാണിംഗ് ഒന്നും കൊടുത്തില്ല. ആള് മടി കാണിച്ചു, വരാൻ കാണിച്ചു, നിർബന്ധം പിടിച്ച് ലിഫ്റ്റിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ലിഫ്റ്റ് എന്തായാലും താഴെ എത്തും. പക്ഷെ ചിലപ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയാണ്. അയാൾ പാനിക്കായിട്ട് പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ സഡൻ എക്സ്പോഷർ നമ്മൾ കൊടുക്കരുത് എന്നാണ്. അങ്ങനെ ഇൻ കേസ് വരേണ്ടി വന്നാൽ അവിടെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ, ഒരു ഫിസിഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് പോസിബിൾ അല്ല, ഫ്ലഡിങ് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ കൗൺസിലിംഗിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പോഷർ തെറാപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഗ്രൈഡഡ് എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് സാറ് പഠിപ്പിച്ചു തരും. എന്നാലും അതിന്റെ ഒരു ഫോം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഒരാൾക്ക് പേടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ പേടി ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു എന്തിനോടെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് അതിനോട് പെരുമാറാനോ അല്ലെങ്കിൽ പാനിക്കായിട്ട് വീഴാനോ ഉള്ള സാധ്യതയുണ്ടാവും. എന്തായാലും നമ്മുടെ ബോഡി സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ബ്രീത്തിങ് തെറാപ്പിയാണ്. അതായത് ഇൻഹെയിൽ എക്സെയിൽ പോലുള്ള റിലാക്സേഷൻ, നമ്മുടെ ഓൾ ബോഡി PMR എന്നാണ് അതിന് പറയാം, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ തെറാപ്പി. ഈ PMR നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യും, ക്ലയന്റിനെ വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മളെ അടുത്തേക്ക് ഓരോ സെഷന് വരുമ്പോഴും PMR പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ക്ലയന്റിന്റെ ഒരു പേടി ഉണ്ടല്ലോ, ഫോബിയ. ഈ ഫോബിയ ഏറ്റവും ചെറിയ ഇന്റൻസിറ്റിയിൽ നിന്ന് ഏറ്റവും വലിയ ഇന്റൻസിറ്റിയിലേക്ക് നമ്മൾ നോട്ട് ചെയ്യും. അതായത് ചെറിയ പേടി, അത് കഴിഞ്ഞിട്ടുള്ള പേടി ഏതാ, അത് കഴിഞ്ഞിട്ടുള്ള പേടി തീരെ താങ്ങാൻ പറ്റാത്ത റീസൺ എന്താ. അപ്പൊ ഫോർ എക്സാമ്പിൾ പൂച്ചയെ പേടിയുള്ള ആൾക്ക് ചിലപ്പോൾ പൂച്ച എന്നുള്ള പേരൊന്നും കാണുന്നതോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതോ ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് കണ്ട. അപ്പൊ ആ ഏറ്റവും ചെറിയ പേടി ആ വീഡിയോ കാണുന്നതാക്കി എടുക്കുക, കാരണം അത് അയാൾക്ക് വലിയ ഇഷ്യൂ ഇല്ല. ഇനി വേറെ ആരെങ്കിലും ദൂരെ കളിപ്പിക്കുന്നത് പേടിയില്ല എന്ന് കരുതാം, ഒരു ഇത്ര ദൂരം വരുന്നതാണ് ആൾക്ക് പേടി. അങ്ങനെ ആ പേടിയുടെ ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഓരോ ടാസ്ക് ഓരോന്നും ഡിഫറെന്റ് ആട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ചെയ്തൊരു എക്സ്പോഷർ തെറാപ്പി ഞാൻ പറഞ്ഞു തരാം. ഇതെന്തായാലും ഓരോ ടാസ്ക് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യും. എപ്പോഴും ഇതിനൊരു സപ്പോർട്ടിങ് പേഴ്സൺ വേണം. അതായത് ഒരു സൈക്കോളജിസ്റ്റിന് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ കംപ്ലീറ്റ്ലി നമുക്ക് എക്സ്പോഷർ തെറാപ്പി കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം ഇമാജിനേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ ഓരോ തവണ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ ഇമാജിനേഷൻ കൊടുക്കും. അതായത് പൂച്ചയെ പേടിയുള്ള ഒരാളാണെങ്കിൽ പൂച്ചയെ ഇമാജിൻ ചെയ്യാന്,
ആ പൂച്ചയെ അടുത്തേക്ക് വരുന്നത് ശരിക്കും വിഷ്വലൈസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ ഇമാജിനേഷൻ വരുന്ന സമയത്ത് തന്നെ അവര് ബുദ്ധിമുട്ട് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്ന വീണ്ടും ഇമാജിനേഷൻ തെറാപ്പി കൊണ്ടുവരും. ഈ ഇമാജിനേഷൻ തെറാപ്പി ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മൾ അവരെ ടീച്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ബ്രീത്ത് എടുക്ക്, നിങ്ങൾക്ക് നിങ്ങളെ റിലാക്സ് ചെയ്യിക്കാൻ അറിയാം, നിങ്ങളെ പാനിക് ആവുന്നില്ല, റിലാക്സ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ PMR ഇങ്ങനെ അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറയും. ഇത് കൊടുത്തതിന് ശേഷമാണ് റിയൽ എക്സ്പോഷർ കൊടുക്കേണ്ടത്. ഇതിനെപ്പോഴും ഈ ക്ലയന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. കാരണം നമുക്കൊരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ അങ്ങോട്ട് ടാസ്ക് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ദിവസം ഈ ടാസ്ക് ചെയ്തിട്ട് വരൂന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രോഗ്രസീവ്ലി, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പതുക്കെ ആ സെൻസേഷൻ, കണ്ട പേടി കേട്ട പേടി ഇതിനെങ്ങനെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫോബിയയുടെ തെറാപ്പി. ഈ പറഞ്ഞ തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങളെല്ലാരും പോയോ? ക്ലിയർ ആയി. ഓക്കെ. എന്നാ ഞാന് ഒരു ഫോബിയയുടെ തെറാപ്പി ഒരു കുട്ടിയെ ചെയ്തത് എങ്ങനെയാണ്. അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് തെറാപ്പി. ഞാനിപ്പോ ഇതിന്റെ സിസ്റ്റം പറഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവേ. ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ചാണ് സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് 7th പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പൊ ആ കുട്ടി 9th കഴിഞ്ഞിട്ടുണ്ട് ഈ തവണ. 2 വർഷം മുന്നേ ഒക്കെ വന്നിട്ട് ആ കുട്ടിയുടെ പേടി എന്തായിരുന്നു എന്ന് വെച്ചാല് ബലൂണിനോടായിരുന്നു പേടി. അതായത് ആ കുട്ടിയുടെ പാരന്റിനോ ആ കുട്ടീനെ വെച്ചിട്ട് ഒരു ഫംഗ്ഷനും, ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ, ഒരു ഇനാഗുറേഷനോ ഒന്നും പോകാൻ പറ്റൂല. കാരണം ബലൂൺ എവിടെ വീർപ്പിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടോ ആ കുട്ടി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് കാണിക്കും, ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യും. പേടിയുള്ള ആളുകളൊക്കെ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാണ് ആദ്യം ചെയ്യുക. ആ സിറ്റുവേഷനിലേക്കേ പോകാൻ ആ കുട്ടി തയ്യാറല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആ കേസ് വന്ന സമയത്ത് നമ്മൾ അടുത്ത് വന്നപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എന്താ പേടിയും ചോദിക്കുമ്പോൾ കുട്ടി ബലൂൺ എന്ന ഫിഗറിനോടല്ല പേടി, ബലൂണ് പൊട്ടിയാൽ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് കുട്ടി പേടിക്കുന്നത് നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ. എനിവേ ആദ്യം ആ കുട്ടിക്ക് കൊടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ റിലാക്സേഷൻ തെറാപ്പി. ആദ്യം കുറെ കാര്യങ്ങൾ സംസാരിച്ചു കൊടുത്തിട്ട് നമുക്കിത് ക്യൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ബ്രീത്തിങ് റിലാക്സേഷൻ തെറാപ്പി പഠിപ്പിച്ചു കൊടുക്കും. അതൊരു 1 വീക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് പാരന്റിനോട് ചെയ്തു കൊടുക്കാനുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എന്തായാലും ആ കുട്ടി ബലൂണ് സ്വന്തമായിട്ട് വീർപ്പിക്കില്ലെങ്കിലും ബലൂണിന്റെ അടുത്തേക്കൊക്കെ പോകാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്താന്ന് വെച്ചാല് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത, പലപ്പോഴും നമ്മൾ വിർച്വൽ റിയാലിറ്റി വീഡിയോസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ ബലൂണിന്റെ എക്സ്പ്ലോഷൻ സൗണ്ട് ഉണ്ടാവില്ല, ആ ബലൂണ് പൊട്ടുന്ന സൗണ്ട്, ഇങ്ങനെ ഉള്ള കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം പിന്നെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. ഇതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ആ ക്ലയന്റ് വന്നപ്പോ ആ ക്ലയന്റിനോട് പറഞ്ഞത് ഇത് ഫോണിലെ വീഡിയോ ആണ്, ഈ വീഡിയോ നീ കേൾക്കണം, ഈ സൗണ്ട് നീ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ ആ കുട്ടി തയ്യാറായിരുന്നില്ല കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പോ കുട്ടി എന്തായാലും ഫോണ് കയ്യിൽ വെച്ചിട്ട് ആ വീഡിയോ കേൾക്കൂല. അപ്പൊ എന്റെ അടുത്ത് ഇരുന്ന് കേൾക്കാൻ പറഞ്ഞപ്പോ തന്നെ കുട്ടി ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ, അതായത് കൈ പൊത്തി ചെവി പൊത്തരുത് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഷോൾഡർ വെച്ചിട്ട് ചെവി പൊത്തിയിട്ടായിരുന്നു അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആ വീഡിയോകൾ പിന്നെ അത് കേൾപ്പിച്ചു കൊടുത്തു. അന്നും റിലാക്സേഷൻ ചെയ്തു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, പാരന്റിനോട് പറഞ്ഞു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കേൾപ്പിക്കണം. ഇത് കേട്ട് എന്നാണോ ഈ കുട്ടി ഈ ഫോണിൽ ഈ വീഡിയോ സ്വന്തമായിട്ട് കേൾക്കുന്നത് അന്ന് നെക്സ്റ്റ് സെഷന് വന്നാൽ മതി എന്നാ പറഞ്ഞു. ചിലപ്പോൾ കറക്റ്റ് ഡ്യൂറേഷൻ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നത്. പിന്നെ ആ കുട്ടി വന്നപ്പോ പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്താ വെച്ചാൽ ഇപ്പൊ വീഡിയോ കേൾക്കുന്നുണ്ട്, അതായത് ഇങ്ങനെ വെക്കാണ്ട് വീഡിയോയിലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ബലൂണ് വാങ്ങിച്ച് ചെറിയ പമ്പ് ചെയ്യണത് കണ്ടിട്ടുണ്ട് ഞങ്ങള്, ബലൂണ് വീർപ്പിക്കുന്ന ചെറിയ പമ്പ്, എയർ കൊടുക്കണേ. ഈ ബലൂണും ഈ പമ്പും വാങ്ങിച്ചു. ഈ ബലൂണും പമ്പും നമ്മളെ OP-യിൽ കണ്ട സമയത്ത് തന്നെ ക്ലയന്റ് നമ്മളെ അടുത്തേക്ക് വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോഴേ കുറെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥ വന്നു. അതായത് ഇത് ഞാൻ വീർപ്പിക്കത്തില്ല, ബലൂൺ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി, ഇതൊന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കയറി. അപ്പോഴൊക്കെ ഈ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണിച്ചു, ഒന്നും ചെയ്തിരുന്നില്ല. നമ്മുടെ സോഫയുടെ ഒരു കോർണറിൽ ആ കുട്ടിയും ഒരു കോർണറിൽ ഞാനും നിന്നിട്ട് ജസ്റ്റ് ആ കുട്ടീനോട് പറഞ്ഞ നീ നിനക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്നോട് സ്റ്റോപ്പ് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ബലൂണ് വെച്ചിട്ട് കുറച്ചിങ്ങനെ എയർ കൊടുത്തോണ്ടിരുന്നു. ഇത്ര വലുപ്പമായപ്പോഴേക്ക് തന്നെ ആ കുട്ടി കരയാൻ തുടങ്ങി, ഇനി നടക്കൂല എന്ന് പറഞ്ഞു. അതായത് കുട്ടിക്ക് പേടിയാണ്. ആ പേടി വന്നപ്പോൾ വീണ്ടും റിലാക്സ് ചെയ്യാനും
അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതേ സംഭവം വീണ്ടും പാരന്റിനോട് കുറെ കാലം ചെയ്യാൻ പറഞ്ഞു. എത്ര വലുപ്പം അവന് ഓക്കെ ആവുന്ന ഒരു സമയം വരാൻ പറഞ്ഞു. പിന്നെ ആ കുട്ടി വന്ന് 4 മാസം കഴിഞ്ഞിട്ടാട്ടോ. കാരണം കുട്ടി ഒരുപാട് ഇതിന് റെഡി ആവാതിരുന്നു. പിന്നെ പാരന്റ് ഒരു മുക്കിലും കുട്ടി ഒരു മുക്കിലും നിന്നുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പഠിച്ച്. എനിവേ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഈ കുട്ടി ചെറുതായിട്ട് വീർപ്പിച്ച ബലൂണ് കയ്യിൽ വെക്കാനും കുറച്ച് എയർ കൊടുക്കാനും, ഇത്തിരിയൊക്കെ വീർപ്പിക്കും എന്നാലും ഭയങ്കര പേടിച്ചാ നിൽക്കുക. ബലൂൺ ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോഴേ പൊട്ടോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഏകദേശം 2 കൊല്ലം എടുത്തിട്ട് ആ കുട്ടി ഇപ്പോ ഫങ്ഷൻസിനും ഇനാഗ്രേഷനൊക്കെ പോകും. പേടിയില്ല. പക്ഷെ ഇന്നും ആ കുട്ടി ഒരിക്കലും ഒരു ബലൂണ് വായിൽ വെച്ച് വീർപ്പിക്കൂല കേട്ടാ. നമ്മൾ എക്സ്ട്രീം ഇത് മാറ്റണം എന്ന് കരുതരുത്. നമുക്കിപ്പോ ഒരു കുട്ടി വായിൽ വെച്ച് ബലൂണ് വീർപ്പിക്കാമെന്നൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷെ ആ സിറ്റുവേഷനൊക്കെ ഇതാക്കണം. ഇതൊരു എക്സ്പോഷർ തെറാപ്പിയാണ്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റേജ് ഫിയർ. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിങ് കോഴ്സുകൾക്ക് പോയിട്ടുണ്ടോ? പബ്ലിക് സ്പീക്കിങ്ങിന്റെ കോഴ്സിന് ആരെങ്കിലും പബ്ലിക് സ്പീക്കിങ്ങിന്റെ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണ്? അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ. അതായത് പബ്ലിക് സ്പീക്കിന് ഫിയർ ഉള്ള ആളുകൾക്ക് ആദ്യം ചെറിയൊരു ടാസ്ക് കൊടുക്കുക. ചുമ്മാ സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് ഇല്ലാതെ എന്നെ കുറിച്ച് പറയുമെന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഫേവർ ചെയ്യുന്ന ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ഇങ്ങനെ ടാസ്കുകളുടെ ഇന്റൻസിറ്റി കൂടി പതുക്കെ അറിയാതെ കയ്യിൽ മൈക്ക് കൊടുത്ത് അങ്ങനെ എക്സ്പോഷർ, കണ്ടിന്യൂസ് എക്സ്പോഷർ. എന്തിനോടാണോ പേടി അതുമായിട്ട് കണ്ടിന്യൂസ് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പോഷർ തെറാപ്പി വർക്കാവും, ഫോബിയ ക്യൂർ ആവും. ഇതിന് എപ്പോഴും സൈക്കോളജിസ്റ്റുമാർ എടുത്ത് കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് വേണ്ടി വരും കേട്ടോ. കാരണം നമ്മുടെ ക്ലയന്റിന്റെ ബുദ്ധിമുട്ട് എന്താണ്, ഏതൊക്കെ എക്സ്ട്രീം വരും, എന്തൊക്കെ ഫിസിക്കൽ ഇഷ്യൂസ് ആൾക്ക് വരാൻ സാധ്യതയുണ്ട്, പാരമ്പര്യമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതിനൊക്കെ പോവാവും. പക്ഷെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പിയാണ് ഈ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇമാജിനേഷനിലൂടെ ഒരുപാട് തവണ കൊടുക്കും. ഇപ്പൊ എക്സാം ഫിയർ ഉള്ളവരൊക്കെ നമ്മളോട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് എക്സാം പേടിയാണ്. നല്ല പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചത് തന്നെ വരുമോന്ന് അറിയില്ല. പലപ്പോഴും ക്ലയൻസ് അങ്ങനെ വരും കേട്ടോ. ഈ 10th എക്സാം ഒക്കെ എത്തുമ്പോൾ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ടഫ് ആയിരിക്കോ. ഈ 10th +2 ഒക്കെ ഒരു കുട്ടിക്ക് സ്ട്രെസ് ഇല്ലെങ്കിലും സൊസൈറ്റിക്ക് ഒരു സ്ട്രെസ് കൊടുക്കാനുണ്ട്. 10ാം ക്ലാസ് അല്ലേ, ബോർഡ് എക്സാം അല്ലേ, കുട്ടി സ്ട്രെസ് ഫ്രീ ആയി നടക്കാവും. ആ സ്ട്രെസ് ഫ്രീ ആയ കുട്ടിയെ സൊസൈറ്റി അറിഞ്ഞോ അറിയാതെ ഭയങ്കര സ്ട്രെസ് ആക്കും ഈ ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ കുട്ടിയുടെ ധാരണ എല്ലാവരും എന്റെ 10 ചോദിക്കുമല്ലോ എന്ന ധാരണ കാരണം പേടി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വരുമ്പേ നിങ്ങൾ ബ്രീത്തിങ് തെറാപ്പി നമുക്കറിയാം. ഞാൻ ഈ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്താ മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എക്സെയിൽ ചെയ്തിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ നിങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് നന്നായിട്ട് ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്യാൻ പറഞ്ഞ് 2 or 3 തവണ അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഓൾ ബോഡി റിലാക്സ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ റിലാക്സേഷനിലൂടെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞിട്ട്, ഇനിയിപ്പോ ഒരു എക്സാം ഫിയർ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ആ എക്സാം സിറ്റുവേഷന് കുട്ടിക്ക് ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഇമാജിനേഷനിലൂടെ നമ്മുടെ വാക്കുകൾ എപ്പോഴും അതിൽ നല്ല മോഡുലേഷൻ നമ്മൾ വരുത്തണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു തെറാപ്പി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. കാരണം നമ്മുടെ ശബ്ദത്തിന്റെ മോഡുലേഷൻ അനുസരിച്ചാണ് കേൾക്കുന്ന ആൾക്ക് അത് സുഖമുള്ളതാവുന്നതും ബുദ്ധിമുട്ടുള്ളതാവുന്നതും. നമ്മൾ പറയണേ ഡീപ്പ് റിലാക്സ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം നിങ്ങളോട് കണ്ണടച്ച് ഡീപ്പ് റിലാക്സ് ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡീപ്പ് റിലാക്സ് ആവില്ല. കണ്ണടയ്ക്കുന്ന സമയത്ത് തന്നെ ഡീപ്ലി, അതിനൊരാളുണ്ട്, ഡീപ്ലി റിലാക്സ് ആവുക. ഡീപ്ലി നിങ്ങൾ റിലാക്സ് ആയിട്ട്, അതായത് ആ ഒരു മോഡുലേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ തന്നെ പഠിച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്റെ ഈ ശബ്ദം കേട്ടില്ല, കരകരപ്പ്, ഈ ശബ്ദത്തിനനുസരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ വർക്കാവോ എന്നുള്ളത്. പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യും, ആ റെക്കോർഡ് ഞാൻ കേൾക്കും, ഇതിങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം നമ്മൾ സെൽഫായിട്ട് മാറ്റിക്കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ വരും. അതുപോലെ ഇപ്പൊ ഇനി ഒരു എക്സാം ഫിയർ ഉള്ള കുട്ടീനൊക്കെ നമ്മൾ എന്താ ചെയ്യാനോ ആ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക. കണ്ണടച്ചിട്ട് എക്സാം ഹോളിലേക്ക് പതുക്കെ കയറുന്നത്, നല്ല റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ടീച്ചർ ഭയങ്കര പ്ലസന്റ് ആണ്, എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്, നീയും ഭയങ്കര റിലാക്സ്ഡ് ആണ്, കാരണം നിനക്ക് കോൺഫിഡന്റ് ആണ്, നീ പഠിച്ച കാര്യങ്ങൾ വൃത്തിക്ക് എഴുതാൻ പറ്റും, നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നീ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് കഴിയുന്ന എല്ലാം ഉണ്ട്. എപ്പോഴും നമ്മൾ റിലാക്സേഷൻ കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റും കൊടുക്കരുത് കേട്ടോ. കാരണം നിനക്ക് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറയുന്നു. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനും മൈൻഡിനും നെഗറ്റീവ് ആണ്.
നിനക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ യൂസ് ആക്കേണ്ടത്. നമ്മൾ ഈ അഫർമേഷൻ കേട്ടില്ലേ നിങ്ങള്? അഫർമേഷൻ ചെയ്യാറുണ്ട്. എന്ന് രാവിലെ എണീറ്റ് പോസിറ്റീവായി അഫർമേറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ അടിപൊളിയാണ്, എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വർക്ക് ആവുന്നതാട്ടോ. നൈറ്റിലൊക്കെ അവർ കിടക്കുന്ന സമയത്ത് ഇതുപോലെ മോർണിംഗ് എണീക്കുമ്പോഴും ഇതുപോലെ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. ഈ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ധൈര്യമില്ലാത്ത കുട്ടിയാണ് കരുതുക, ഇരുട്ടിനോട് പേടി, ഒറ്റയ്ക്ക് ബാത്റൂം പോകില്ല, പുറത്തിറങ്ങൂല, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അഫർമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ടേം യൂസ് ചെയ്യരുത്. അതായത് എന്റെ കുട്ടിക്ക് പേടി ഇല്ല എന്ന് പറയുന്നത്, എന്റെ കുട്ടി നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. നമുക്കറിയാം ഇത് പൊട്ടത്തര നമ്മൾ പറയുന്നത്, നമ്മുടെ കുട്ടി ഭയങ്കര പേടിത്തൊണ്ടനാന്ന് കംപ്ലീറ്റ് ബോധം നമുക്കുണ്ട്. എങ്കിൽ പോലും നെഗറ്റീവ് സജഷൻസ് അവർക്ക് കൊടുക്കരുത്. എപ്പോഴും പോസിറ്റീവ് സജഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാവുന്ന കേട്ടോ. ഇപ്പൊ എണീറ്റ് കഴിഞ്ഞാൽ മോർണിംഗ് എണീക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം എനിക്ക് അടിപൊളിയായിരിക്കും. എന്തെങ്കിലും പ്രത്യേക സെമിനാർ പ്രസന്റേഷനോ എന്തെങ്കിലും പ്രത്യേക ഇവന്റ് ഒക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് പേടി ഉണ്ടാവും, എങ്കിലും പറയുന്നത് എനിക്ക് അടിപൊളിയായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇന്ന് ഞാൻ നല്ല ഉഷാറായിരിക്കും, എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയും. ഇങ്ങനെ ഡെയിലി നിങ്ങൾ പോസിറ്റീവ് അഫർമേറ്റ് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മൾ പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പോലെയാണ്. എന്ത് ഇൻപുട്ട് കൊടുക്കുന്ന അതിന്റെ ഔട്ട്പുട്ടാ തരിക. നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, എന്താണോ അതിനോട് പറയുന്നത്, അതാവും റിസൾട്ട് വരിക. അപ്പൊ കണ്ടിന്യൂസ് ഇതുപോലെ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരു 10 വയസ്സിന് താഴെയുള്ള മക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ അഫർമേഷൻ കൊടുക്കാം. ഈ നൈറ്റ് ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഉറങ്ങാൻ പോകുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? പറയാൻ പറ്റുമോ? ചെറിയ കുഞ്ഞുങ്ങളുള്ളവരുണ്ട് അതില്. ഒരു LKG UKG 1, 2, 3 ക്ലാസ്സുകളിലെ കുട്ടികളുള്ള ആരെങ്കിലും ഉണ്ടോ അതില്? ആ ഒരു നൈറ്റിൽ അവരെ കൂടെ കിടക്കുമ്പോഴുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ മോൾക്ക് ഇങ്ങനെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഉറക്കത്തിലേക്ക് വീഴാൻ ഇഷ്ടം. അങ്ങനെയാ ഇഷ്ടം. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായി ആ സമയത്ത് സ്നേഹിച്ച് ചെയ്ത് കഴിഞ്ഞാല് കുമ്പസാര സെഷൻ ആണ് നമ്മൾ പറയും കുട്ടികളുടെ കാര്യത്തിൽ. അതായത് എന്താണോ, കുഞ്ഞുങ്ങൾ ഇപ്പൊ രാവിലെ മോർണിംഗ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, പെൻസിൽ ഉമ്മച്ചിയെ കുട്ടി എടുത്ത് ഫ്രണ്ട് എടുത്ത് തന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും. പക്ഷെ നമ്മളിങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് അവര് സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര സ്ട്രോങ്ങും കോൺഷ്യസ് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ തലോടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിന്റെ കുട്ടി അടിപൊളിയായിട്ടോ, നല്ല കുട്ടിയെ, സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ, ഉഷാറാട്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് കിസ് ചെയ്ത് ഒന്ന് സോപ്പിട്ടൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ കുമ്പസരിക്കാൻ തുടങ്ങും. പൊതുവെ പറയും, എന്റെ മോനൊക്കെ ചെറുതിൽ പറഞ്ഞു, ഉമ്മച്ചി ഞാൻ ആ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് പെൻസിൽ എടുത്താൽ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, നോണ പറഞ്ഞു, എന്റെ അടുത്തുനിന്ന് പോയതാട്ടോ. നമുക്ക് കാണാം പല കുഞ്ഞുങ്ങളും കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നന്നായി സ്നേഹിച്ചാല് അതിന് മുന്നേ നടത്തിയ കുഞ്ഞു കുഞ്ഞു കളവുകളൊക്കെ തുറന്നു പറയും. അപ്പൊ നമ്മൾ അതേപോലെ ഓപ്പൺ ആയിട്ട് അത് കേൾക്കണം കേട്ടോ. ആ ഡാ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ആ തുറന്നു പറച്ചിലുണ്ടാവില്ല. നമ്മൾ ഭയങ്കര വിശാല മനസ്സുള്ള ഡബിൾ. എപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പാരന്റ്സ് ജനിക്കുന്നു അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ സ്വഭാവമൊക്കെ മറച്ചേക്കണം എന്നാണ് കുട്ടികളുടെ മുന്നിൽ. അപ്പൊ നമ്മൾ ഓപ്പൺ ആയി കേട്ട് കഴിഞ്ഞാല് അത് ഇതാവും. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ട്രാൻസ് സ്റ്റേജ് ഉണ്ടല്ലോ, ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ് ആവുന്ന ഒരു ട്രാൻസ് സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിലേക്ക് എല്ലാ മനുഷ്യരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. നല്ല റിലാക്സ് ആയിട്ട് എല്ലാ അവയവങ്ങളും ഓർഗൻസും കൂളായിട്ട് ഉറങ്ങുന്ന സമയത്ത് നിങ്ങള് ഈ ഭാര്യമാരോട് പറയാനുള്ളത്, നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയം അതാണ്. പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യസാധീകരണത്തിന് ഏറ്റവും പറ്റിയ ടൈം അതാണ് ഭർത്താവിന്റെ അടുത്തുനിന്ന്. നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ അവരോട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സോപ്പിട്ട് ചോദിച്ചാൽ നടക്കും. അതിന്റെ ഒക്കെ കാരണം എന്താന്ന് വെച്ചാൽ കൂളായിട്ട് ആ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു ഹാപ്പി മൊമെന്റ്സ് ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇനി ഭർത്താക്കന്മാര് തലയണ മന്ത്രം എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല, അത് നല്ലൊരു പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ കാരണം എന്താന്ന് വെച്ചാൽ ഇനി സത്യം പറഞ്ഞ ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ സൈക്കോളജി പഠിക്കുന്നവരായതുകൊണ്ട് പറയാണ്, സെക്ഷൽ ലൈഫിനും വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നന്നായി ഹാപ്പി ഹോർമോണ് റിലീസ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ സമയം അത് കഴിഞ്ഞ് കൂളായിട്ടൊന്ന്
തലയ്ക്ക് ഇങ്ങനെ തടവി കൊടുത്ത് കാലൊക്കെ തടവി കൊടുത്ത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കാര്യങ്ങൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ്. അത് നടക്കും, വർക്ക് ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ എന്തിനാ സൈക്കോളജി പഠിക്കുന്നതെന്നോ? എന്തിനാ സൈക്കോളജി പഠിക്കുന്നത്? നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആവാൻ മാത്രം അങ്ങനെ ധാരണയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാ, സൈക്കോളജി പഠിക്കുന്ന കൂടെ ഉള്ളവരുടെ മനഃശാസ്ത്രം പഠിക്കാനായിരിക്കണം. നമ്മുടെ കുട്ടിയുടെ മനഃശാസ്ത്രം എന്താ, നമ്മുടെ ഹസ്ബൻഡിന്റെ, നമ്മുടെ വൈഫിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസിന്റെ മനഃശാസ്ത്രം പഠിച്ചാൽ നമ്മൾ ജയിക്കും. പ്രൊഫഷണലി ഗ്രോ ചെയ്യുന്നത് വേറൊരു ഭാഗം, പേഴ്സണലി വളരെ നമ്മൾ ഗ്രോ ചെയ്യും. അപ്പോ ഈ ഒരു സമയം ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈമിൽ ഇത്ര തന്നെ പൊട്ടിത്തെറി അലമ്പോ ആണെങ്കിലും നിങ്ങൾ അത് വിട്ടേക്കുക. എന്നും കിടക്കുമ്പോ കണ്ടിന്യൂസ്ലി പറയാം, എന്റെ കുട്ടി നല്ല കുട്ടിയാണ്, അടിപൊളി കുട്ടിയാണ്, നാളെ രാവിലെ കരയാതെ, അല്ലെങ്കിൽ കരയാതെ എന്ന് പറയണ്ട, നാളെ രാവിലെ ഉഷാറായിട്ട് എണീക്കും. എവിടെ രാവിലെ പിന്നെയും വഷളായിട്ട് എണീക്കാം. എന്നാലും നിങ്ങൾ ഇത് ആവർത്തിച്ച് നോക്കും. ഒരുപാട് കാലം ഇത് പറഞ്ഞാൽ പതുക്കെ പതുക്കെ കുട്ടിയിൽ ചേഞ്ച് വരും. ഇതിനാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. വലിയവർക്കായാലും ചെറിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്, രാത്രി രാവിലെ. ഓക്കെ, അപ്പൊ ഞാൻ CBT എക്സ്പോഷർ തെറാപ്പി പറഞ്ഞു. CBT എന്ന് പറഞ്ഞാലും ഈ എക്സ്പോഷർ തെറാപ്പിയിൽ പെട്ടത് തന്നെ കേട്ടോ. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. കോഗ്നീഷൻ എന്ന് പറഞ്ഞാല് എന്താ, 10 മിനിറ്റ് കൂടെ ഞാൻ ക്ലാസ് നിർത്ത്. കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെറിൻ മ്യൂട്ടാണ്. ബുദ്ധി കാര്യങ്ങളൊക്കെ കോഗ്നിറ്റീവ് ട്രെയിനിൽ നടക്കണം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക ഇന്റലിജന്റ്. എന്താ ചോദിച്ചേ? കോഗ്നിറ്റീവിന്റെ മീനിങ് അല്ലേ ചോദിച്ചേ? അതെ, അത് വൈജ്ഞാനികം എന്നല്ലേ, ബുദ്ധിപരമായ. അതെ, മലയാളം പറഞ്ഞു പേടിപ്പിക്കരുത്. അങ്ങനെ തന്നെ ബുദ്ധിപരമായ നമ്മുടെ ചിന്തകളിലുള്ള ചിന്തകള്, റീസണിങ്, ഇമാജിനേഷൻ എല്ലാം കോഗ്നിഷനിൽ. ഇനി ബിഹേവിയർ എന്ന് പറഞ്ഞാലോ? പ്രവൃത്തിയിൽ വരുന്ന ബിഹേവിയറിസം, നമ്മുടെ ഓവേർട്ട് ആക്ഷൻ, നമ്മൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ ബിഹേവിയർ. തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്. ഇത്രയേ ഉള്ളൂ മക്കളെ. CBT ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ. ഒരാള് നിങ്ങളെ അടുത്ത് വരികയാണ്, ഒരു മാൽ അഡാപ്റ്റീവ്, ഒരു കുട്ടി നിങ്ങളെ അടുത്ത് വരികയാണ്. കുട്ടി ഭയങ്കരമായിട്ട് ODD ആണ്, അതായത് അഡോളസെന്റ് കുട്ടികളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മറുപടി പറയാ, എതിര് പറയാ, ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ, അത് നോർമൽ കാണുന്നതിനേക്കാൾ കൂടിയാൽ അതിനെ നമ്മൾ ODD എന്ന് പറയും. ഓപ്പോസിറ്റ് ഡീവിയൻ ഡിസോർഡർ എന്നാ പറയാ, ODD. അപ്പൊ ഈ ODD കുട്ടി നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടി കാണിക്കുന്ന ബിഹേവിയർ എന്താ? ഏത് മൂത്ത ആളുകളോടായാലും ടീച്ചേഴ്സിനോടായാലും, ഇന്നത്തെ മക്കള് ഇതില് റഷീദ് മാഷൊക്കെ ഉള്ളതുകൊണ്ട് പറയാം, ഇന്നത്തെ മക്കൾ ടീച്ചർ മാഷ് എന്നൊന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്യൂല. നേരിട്ട് വരുമ്പോ ചെയ്യൂട്ടോ. ഓന് ഓള് അങ്ങനെയൊക്കെയാ പറയാം. അല്ലെങ്കിൽ അവളുണ്ടല്ലോ, ആ തള്ള ഉണ്ടല്ലോ. ശരിയാ. ഞാൻ ഒരുപാട് ക്ലയൻസ് വന്നിട്ട് കേട്ടിട്ടുണ്ട്, കുട്ടികളുടെ ടീച്ചേഴ്സിന് അങ്ങനെ. നമ്മൾ പണ്ട് ഇത്ര ദേഷ്യമുള്ള ടീച്ചറാണെങ്കിലും എന്റെ ആ ടീച്ചർ, എന്റെ ആ മാഷ് എന്നാ പറഞ്ഞിരുന്നു. ഇന്നത്തെ മക്കൾ ഓളുണ്ടല്ലോ, ഓൾ എന്താ നമ്മളോട് പറയാന്, ഓൻ ആരാ, അങ്ങനെയുള്ള റെസ്പെക്ട് ഇല്ലാതെ. അപ്പൊ ആ കുട്ടികളിൽ അതിനേക്കാൾ കൂടുമ്പോ നമ്മൾ അതിനെ ODD എന്ന് പറയും. അപ്പൊ ODD ഉള്ള കുട്ടി അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടിയുടെ ചിന്തകളിൽ ഇഷ്യൂ വന്നിട്ടുണ്ടാവും, അല്ലെ? ഒരാൾ ഇപ്പൊ ഞാൻ മെറീനെ എടുക്കാം. മെറീനെ 2 or 3 തവണ ഞാൻ കണ്ട സമയത്ത് മെറീൻ എന്നെ മൈൻഡ് ആക്കിയില്ല. ഞാൻ മെറീനോട് ചിരിച്ചു, മെറീൻ എന്നോട് ചിരിച്ചില്ല. ഓക്കെ, എന്റെ ചിന്തകളിൽ ഒരു തോട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തു. എന്താന്ന് വെച്ചാൽ മെറീൻ എന്തോ എന്നോട് ദേഷ്യമുണ്ട്, മെറീൻ എന്നെ കണ്ടിട്ട് ചിരിക്കുന്നില്ല. എന്റെ ചിന്തകളിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നു. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ചിന്തകളിൽ വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മെറീനെ ഞാൻ മൈൻഡ് ആക്കൂല. മൈൻഡ് ആക്കത്തില്ല എന്ന് മാത്രമല്ല, മെറീനെ എവിടെയെങ്കിലും കുറ്റം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയും. ആള് ശരിയല്ല, ആള് മിണ്ടുന്നില്ല. അതായത് അതെന്റെ പ്രവൃത്തിയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയായാലും ഒരു ക്ലയന്റ് ആയാലും ഏതൊരു വ്യക്തിയായാലും അയാളുടെ വിസിബിൾ ആയിട്ട് ഒരു മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവം അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം പ്രശ്നം വന്നിരിക്കുക അയാളുടെ ചിന്തകളിലാണ്. അത് അയാൾ അനുഭവിച്ചതാവാം, ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യമാവാം, ചിലപ്പോൾ അയാളുടെ കോർ ബിലീഫ് ആവാം. ചിലർക്ക് അന്ധവിശ്വാസങ്ങൾ കൂടും, അല്ലെ? എല്ലാത്തിനും നെഗറ്റീവായി കാണാന്, അതായത് ഒന്നിലൊരു പോസിറ്റീവ്, ചില ജീവിത സാഹചര്യങ്ങൾ ചില വ്യക്തികളെ നെഗറ്റീവ് മാത്രം കാണാൻ തോന്നിപ്പിക്കും. അത് അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണ്. അപ്പോൾ CBT എന്താ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഒരു വ്യക്തിയുടെ ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം ചിന്തകൾ റീസ്ട്രക്ചർ ചെയ്യണം. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യും.
എന്നിട്ട് ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യും. ഇതാണ് CBT-യുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ തിയറി പഠിപ്പിച്ചു തരും കേട്ടോ. പിന്നെ അടുത്തൊരു തെറാപ്പി ആക്ട് തെറാപ്പി എന്ന് പറയുന്നത്. ഒന്നുമില്ല, അക്സെപ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. നമ്മൾ പറയില്ലേ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോവാന്ന് പറയില്ലേ. ഈ സ്ലൈഡ് ഞാൻ നമ്മുടെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതിൽ തന്നെ PTSD, OCD, ഷിദ്മാഷും വേറെ ആരോ ഹനാനും പ്രസന്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ കഴിഞ്ഞാൽ സാറ്റർഡേ നൈറ്റിൽ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്തത്. അപ്പൊ ഇത്രയാണ്. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അവെയർ ആയിട്ട് ചെയ്യുക എന്നുള്ളത് മീനിങ് ആക്കുന്നുള്ളൂ. മൈൻഡ്ഫുൾനെസ് തെറാപ്പി നിങ്ങൾ ഒരുപാട് കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടേം കേൾക്കും. മൈൻഡ്ഫുൾനെസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം. ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കുന്നത് സ്പീഡ് കഴിക്കുന്നത് എൻജോയ് ചെയ്ത് കഴിക്കുന്നതിന് എന്താ പറയാ, മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്നാ പറയാ. ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ അലിച്ച് കഴിക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്നാ പറയാ. അതുപോലെ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് ഭയങ്കര ഒരു സൂത്തിങ് മ്യൂസിക്കുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതേ ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, മറ്റൊരാളുടെ ബിഹേവിയറിനെയും മറ്റൊരാളുടെ ഇമോഷനെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്യൊന്നും വേണ്ട. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ വേണം. അതിൽ പെട്ടതാണ് എക്സസൈസ്, മെഡിറ്റേഷൻ, ലൈഫ് സ്റ്റൈല്, ഫുഡ്, ഇതൊക്കെ. അപ്പൊ ഈ തെറാപ്പികൾ ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സൂത്തിങ് മ്യൂസിക്കുകൾ ചെവിയിൽ വെക്കാം. ഈ സൂത്തിങ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. പ്രകൃതിയുടെ ശബ്ദം, വെള്ളത്തിന്റെ ശബ്ദം, നമ്മൾ കിളികളുടെ ശബ്ദം, ഇങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതൊക്കെ ചെവിയിൽ വെച്ചിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ നല്ല ഒരു മൈൻഡ്ഫുൾനെസ് കിട്ടും. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ ആൻസൈറ്റി ഡിസോർഡറിന് നമ്മൾ പൊതുവെ കൊടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റിലാക്സേഷൻ തെറാപ്പിയായ ബ്രീത്തിങ് ആണ്. സെക്കൻഡ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാന്ന് കേട്ടോ. ആങ്സൈറ്റി ലൈഫ് സ്റ്റൈലും നല്ല ബന്ധമുണ്ട്. നമ്മുടെ ഫുഡ്, ജങ്ക് ഫുഡ്, വെള്ളം കുടിക്കാണ്ടിരിക്കുക. കാരണം വെള്ളം വേണം നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യണം. അപ്പൊ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നമ്മൾ. ഹൈഡ്രേഷൻ കുറഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആയ നമ്മൾ നെഗറ്റീവ് തോട്ടിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മളൊരു ശരിക്കും ഒരു ന്യൂട്രീഷനെ കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ വേണം. അതായത് നമ്മൾ വരുന്ന ക്ലയന്റിനെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വെച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ആളുടെ ലൈഫ് സ്റ്റൈൽ ക്ലിയർ ചെയ്യേണ്ടി വരും, ആളുടെ തോട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും, ആളുടെ ആക്ഷൻസ് ക്ലിയർ ചെയ്യേണ്ടി വരും, ഫ്യൂച്ചറിലേക്ക് ഒരു പാത്ത് ഗൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ന്യൂട്രീഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സുകളോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതൊക്കെ കേട്ടോളണേ. കാരണം നല്ല ഫുഡുകൾ ഏതാണ്, ഡോപ്പമൈൻ ഒക്കെ ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പൈനാപ്പിൾ പോലുള്ള ഫുഡുകളൊക്കെ സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അത് അലർജിക് ആവും, എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നല്ല ലൈഫ് സ്റ്റൈലാണ് ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ. എക്സസൈസ്, ലൈഫ് സ്റ്റൈല്, മെഡിറ്റേഷൻ, ഇതാണ് ആങ്സൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഫോബിയയുടെ ഈ ഒരു തെറാപ്പി. അപ്പൊ ഞാൻ നിർത്തിക്കോട്ടെ. ഇന്നത്തെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെരി ക്ലിയർ. നിങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണല്ലോ അല്ലേ? അല്ലേ? എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരല്ലേ? തോന്നുമ്പോ ചെയ്യും. തോന്നുമ്പോ ചെയ്യും. അതാണ് പ്രശ്നം. നമുക്ക് എന്താ, നമുക്കിതൊരു ട്രീറ്റ്മെന്റ് ആയി ഒരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു കോൺഫിഡന്റ് ആവണം. നമ്മൾ ഫുള്ള് നന്നാവണം എന്നൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ നന്നാവണം. ആഗ്രഹമുണ്ട് മാം, പക്ഷെ പറ്റുന്നില്ല. നടക്കും. പൂർവ്വമല്ല, ഇപ്പോഴും അത് കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റ് അന്നേരം തൊട്ട് പണിയാ, പിന്നെ തീരുന്നേ പണി ഇപ്പോഴും തീരുന്നില്ല വർക്കിന് പോകുമ്പോഴേക്ക് അല്ലേ? ഒട്ടും തീരത്തില്ല വീട്ടില്. നിങ്ങള് മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല മാം, ഞാൻ എന്നാ അതിന്റെ ഒരു റിവ്യൂ എങ്കിലും കേൾക്കണേ. മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെയൊക്കെ ഞാനും ഒക്കെ പറയലുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് കൺസിസ്റ്റന്റ് ആണ് എന്നുള്ളത്. തടി ഒരു കൺസേൺ ആയതുകൊണ്ട് ഞാൻ കൺസിസ്റ്റന്റ് ആവുന്നുണ്ട്. കാരണം വയസ്സ് കൂടുമ്പോ നമുക്കൊരു എന്താ പറയാ, ഞങ്ങളുടെ ഭാഷ ഒരു നുബുവത്ത് വരികയാണ്, ഒരു ബോധോദയം വരും. ഇനി ഞാൻ വയസ്സാവുമല്ലോ, അപ്പൊ ഇനി തടിയൊക്കെ ശ്രദ്ധിക്കണമല്ലോ, ഫുഡ് ശ്രദ്ധിക്കണമല്ലോ, വർക്കൗട്ട് ശ്രദ്ധിക്കണമല്ലോ. അത് കാരണം ഇപ്പൊ ഞാനൊക്കെ ശ്രദ്ധ തുടങ്ങി.
എന്തായാലും മിറാക്കിൾ മോർണിംഗിൽ കുറച്ച് ഹാബിറ്റ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഒരു മോർണിംഗ് മിറാക്കിൾ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു അടിപൊളി ആവണമെങ്കിൽ ഇതിൽ പ്രത്യേകം പറയണത് എന്താണ്, ഒരുപാട് ടൈം ഒന്നിനും കൊടുക്കണ്ട, എല്ലാത്തിനും 5 മിനിറ്റ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഫസ്റ്റ് പറയുന്നത് എന്താണ്, സൈലന്റ് ആവാന്നാ പറയുന്നത്. ഫസ്റ്റ് കാര്യം, നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം മിനിറ്റുകൾ 5 മിനിറ്റ് ഒക്കെ സൈലന്റ് ആവും. ഒന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ പ്രയറിങ് ഒന്ന്, അതൊരു സൈലന്റ് മെത്തേഡാണ്. ഓക്കെ, ഈ സൈലന്റ് ഒരു 5 മിനിറ്റ് കൂടുതൽ വേണ്ട. ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇങ്ങനെ പട്ടാള ചിട്ടയിലൊന്നും വേണ്ട. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ വരുന്നുണ്ട് ഒരു ദിവസമെങ്കിലും എങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു സ്ട്രക്ചർ ആയി എന്ന് പറയും. സൈലൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതെന്താണ്, സേവേഴ്സ് എന്നാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം. SAVERS. എസ് സൈലൻസ്, എ അഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എണീറ്റ് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മളെ തന്നെ പൊക്കി പറയാൻ, ഞാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ നല്ല ഉഷാറാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും, എനിക്ക് എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പറയേണ്ടതും എനിക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നല്ല, ഏത് സാഹചര്യത്തെ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ്. ഇങ്ങനെയുള്ള കുറച്ച് അഫർമേഷൻ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വി ആണ്, വിഷ്വലൈസ് ചെയ്യുക. മിറാക്കിൾ മോർണിംഗിൽ പറയുന്നതാണ് എന്താ വിഷ്വലൈസ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാര്യം വിഷ്വലൈസ് ചെയ്യുന്നു, ഫ്യൂച്ചർ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ടീച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പൊ സൈക്കോളജി ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ നല്ലൊരു അടിപൊളി ഭയങ്കര തിരക്കുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആവുന്നത്, കണ്ണ് തുറന്നിട്ട് സ്വപ്നം കാണാം, നിങ്ങൾ അടിപൊളി BMW ഒക്കെ ഇറങ്ങി വരുന്നത്, ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ, എന്താണോ നടക്കേണ്ട കാര്യങ്ങൾ, അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ ഫോർ എക്സസൈസ് പറയും, 5-10 മിനിറ്റ്. ഇതൊക്കെ 1/2 മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്നാട്ടോ ഈ മിറാക്കിൾ മോർണിംഗിൽ പ്രത്യേകം പറയുന്നത്. ഇതിനൊന്നും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ഒരു 10 മിനിറ്റ് ഒക്കെ വാമപ്പ് എക്സസൈസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുക. ബുക്ക് തന്നെ ആവണം എന്നല്ല. യൂട്യൂബിൽ ഇന്ന് നിങ്ങൾ ഇന്ന വിഷയത്തെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ഒരു 10 മിനിറ്റ് കേൾക്കുക. ഇങ്ങനെ എന്നും പുതിയ പുതിയ കാര്യങ്ങൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആരും സർട്ടിഫൈഡ് ആവാത്ത തന്നെ നോളജ് ആവും. പിന്നെ ലാസ്റ്റ് പോയിന്റ് സ്ക്രിബ്ലിംഗ് എന്നാ പറയുന്നത്. നമ്മുടെ ഒക്കെ ചിന്തകളിൽ ഒരുപാട് ചിന്തകൾ ഇന്ന് നമുക്ക് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് ഇന്ന് മുതൽ ഞാൻ ഇത് ചെയ്യുന്നൊക്കെ വരും. അങ്ങനെ ആ തോന്നൽ വരുമ്പോൾ നമ്മുടെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിടാം. ഈ കുറിച്ചിടുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, സ്റ്റിക്ക് ചെയ്യുന്ന കാര്യമാണ്. മറ്റേ ചിന്തകൾ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കും. അതായത് പെട്ടെന്ന് മെയിൻ്റെനൻസ് സംഭവിക്കുന്ന ഒന്നാണ് ചിന്ത. ഇന്നിപ്പോ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ നാളെ എന്തൊക്കെയോ ചെയ്യും, പിന്നെ രാവിലെ കിടക്കാൻ നേരത്തെ ചിന്ത, ഇന്ന് കുറച്ച് ഉറക്കം കുറഞ്ഞു പോയി, ഇന്ന് നാളെ ഉറങ്ങാം. പെട്ടെന്ന് ചിന്ത മെയിൻറ്റെയിൻ ചെയ്തോളൂ. അന്നേരം അത് സ്ക്രിബ്ലിംഗ് ചെയ്യുക, ജേർണൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിന് സ്ട്രോങ് ആവും. ഇങ്ങനെ ഈ സേവേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ഇതൊക്കെ കൂടെ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അത് ആരംഭ ശൂരത്വം എന്ന് അതിന് പറയാം. ഒക്കെ കൂടെ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്താൽ 4 ദിവസം കൊണ്ട് അത് തീരും. കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഈ 6 ആക്ടിവിറ്റീസിൽ ഒന്നെങ്കിലും അടുത്ത ഒരു മാസം എന്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞ് അടുത്തത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവും. 5ാമത്തെ എന്തായിരുന്നു മാം? സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസ്, എക്സസൈസ്, പിന്നെ റീഡിങ്, പിന്നെ സ്ക്രിബ്ലിംഗ്. ഇങ്ങനെ നമ്മൾ കുത്തി വരച്ചിടാൻ പറയില്ലേ, ജേണലാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. ജേണൽ ചെയ്യാന്നുള്ളത്. ഇത് ഇനിയിപ്പോ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ, നമ്മുടെ ക്ലയൻസിനെങ്കിലും പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി ഫ്രൈഡേ ശ്രുതി മാമിന്റെ ക്ലാസ് ആയിരിക്കും. അതെപ്പോഴും ഇൻവെന്ററി ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആയിരിക്കും പഠിപ്പിക്കുക. സാറ്റർഡേ റഷീദ് മാഷും ഹനാന്റെ പ്രസന്റേഷൻ. ഓക്കെ അല്ലേ? എന്ത് പ്രസന്റേഷൻ ആണ് മാം? അത് സെമിനാർ പ്രസന്റേഷൻ ഉണ്ട് എല്ലാ സാറ്റർഡേകളിലും. ഇപ്പൊ ഞാൻ ഇവർക്കാണ് ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അത് എന്താണ് ചെയ്യേണ്ടതെന്നോ അത് അങ്ങനെ ഒരു ടോപ്പിക് തരും, അതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടാ, പറഞ്ഞു തരും കേട്ടാ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമ്മൾ കുറച്ച് പേരുള്ളൂ. അപ്പൊ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്ത് തോന്നുന്നുള്ള ഒരു തോന്നലുകളും വേണ്ട. ഇങ്ങനെയല്ല മാം, അങ്ങനെയായിരുന്നു വേണ്ട. ക്ലാസിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ? ഈ കഴിഞ്ഞ ക്ലാസ്സിന്റെ തന്നില്ല അല്ലെ? ഇല്ല. ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പൊ ഇനി ഞാൻ ചിലപ്പോ റിമൈൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. സൺഡേത്തെ ഞാൻ പറയണ്ട്. എല്ലാം 7:30 തന്നെ ആയിരിക്കുമല്ലോ എല്ലാ ദിവസവും? അതെ, 7:30. ചില ദിവസം ചേഞ്ച് വരാൻ കാരണം നമ്മൾ ക്ലിനിക്കിൽ നിന്ന് വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ എങ്ങാനും വരികയാണെങ്കിൽ അറിയിക്കാം. ശരി ശരി, ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.